السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة النساء 3. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن خفتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع، فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم، ذلك أدنى ألا تعولوا. وآتوا النساء صدقاتهن نحلة، فإن تبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ പുണ്യ മജ്‌ലിസിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു എല്ലാ നിലക്കും നമുക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോടുകൂടെ ജീവിക്കാനും പരിപൂർണ്ണ ഹിദായത്തിലായി മരിക്കാനും നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ആമീൻ. സൂറത്ത് നിസായിലെ 3 മുതലുള്ള ഭാഗമാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. നമ്മൾ ഈ 3-ാമത്തെ ആയത്ത്, നമ്മൾ ഓതിവെച്ച ആയത്തുകൾ, അത് അവതരിക്കാനുണ്ടായ കാരണം പറയണം. ഒന്ന്, അതിന് ഒരു കാരണം പറയുന്നത് യതീമുകളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ വേണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല കൽപ്പിച്ചു. ഇതിലെല്ലാം നമ്മൾ 2-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ, യതീമുകൾക്ക് അവരുടെ സമ്പത്ത് കൊടുക്കണം, അതൊരിക്കലും പിടിച്ചടക്കരുത്. ഹലാലായ മുതലിനോടുകൂടെ അവരുടെ മുതലും കൂടി കൂട്ടി ഒക്കെ കൂടി എന്താക്കരുത്, നിഷിദ്ധമാക്കരുത്. ഈ കാര്യങ്ങളെ പറ്റി വളരെ കർശനമായ രൂപത്തിൽ അല്ലാഹു തആല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുത്ത്, അതായത് ഒരുപാട് ഹദീസുകൾ, പരിഗണിച്ചാലുള്ള നേട്ടവും യതീമുകളെ അവഗണിച്ചാലുള്ള കോട്ടവും വിശദീകരിച്ചപ്പോൾ ഒരു കൂട്ടർക്ക് നല്ലോണം എന്തായി മനസ്സിലായി. അവർ അതിന്റെ ഗൗരവം അവരെന്ത് ചെയ്തു, ഉൾക്കൊണ്ടു. വേറൊരു കൂട്ടര് എന്ത് ചിന്തിച്ചു അറിയോ,
യതീമുകൾക്ക് ഏതായിരുന്നാലും അപ്പോൾ അതിൽ പെൺകുട്ടികളുണ്ടാവും. അന്നത്തെ കാലഘട്ടത്തിൽ പല നിലക്കും ഈ യതീം കുട്ടികൾ കൂടുതലുണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു. ഒന്ന് യുദ്ധമാണ് കാരണം. അപ്പോൾ ഈ യുദ്ധം കാരണമൊക്കെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അങ്ങനെയുള്ള കുട്ടികളുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കുക. അപ്പോൾ അവർ നമ്മളെ കസ്റ്റഡിയിൽ ഏകാരം വളരുന്നത്. എന്നാൽ അവരുടെ മരണപ്പെട്ടു പോയ ഉപ്പാന്റെ സ്വത്തൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പോലെ അവിടെ ഉണ്ടാവും ചെയ്യും. ചിലപ്പോൾ ഉണ്ടാവില്ല, ഉണ്ടാകാതിരിക്കാം. ഏതായിരുന്നാലും അവരുടെ കാര്യത്തിൽ വലിയ ജാഗ്രത വേണം എന്നുള്ള കാര്യം പറഞ്ഞു. കാരണം അവർക്കത് കൈകാര്യം ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. അങ്ങനെ നമ്മളെ സംരക്ഷണത്തിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി ഇങ്ങനെ വളർന്നു വന്നതിനൊരു പക്വത വരുമ്പോൾ ഈ സംരക്ഷിക്കുന്നവർക്ക് അവരുടെ മക്കളെ കൊണ്ടോ മറ്റോ ഒക്കെ എന്ത് ചെയ്യുക, ഒരു വിവാഹം ചെയ്യിക്കാം ആ കുട്ടികളെ. അപ്പൊ ചിലര് കരുതി എന്ത് ഏതായിരുന്നാലും ഇപ്പൊ അവരെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് മഹറൊന്നും കൊടുക്കണ്ട, യതീം കുട്ടികളല്ലേ എന്ന് ചിലര് ചിന്തിച്ചു. അതാണ് ഇന്ന് ഓതി വച്ച മൂന്നാമത്തെ ആയത്ത് മുതൽ, പ്രത്യേകിച്ച് ആ മൂന്നാമത്തെ ആയത്ത് അവതരിക്കാനുള്ള കാരണം അതാണെന്നാണ് ഒരു അഭിപ്രായം. എല്ലാർത്ഥം ഒക്കെ മനസ്സിലാവും. ഇനി വേറൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന കാലഘട്ടത്തില്, അതായത് പുരാതന കാലത്ത് വിവാഹം കഴിക്കുന്നതിന് ഒരു ലിമിറ്റില്ലായിരുന്നു. എത്ര പെണ്ണും കെട്ടാന്നുള്ളതാണ് അങ്ങനത്തെ ഒരു സാഹചര്യം. അത് ഇസ്ലാം മതത്തിൽ പിന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ മാത്രമല്ല, നമ്മളിൽ അത്രയും കെട്ടാന്നില്ല, 4 വരെ. ബഹുഭാര്യത്വത്തെ പറ്റി അള്ളാഹു ഖുർആനിൽ 2 സ്ഥലത്തേ പറയണുള്ളൂ. അതിലൊന്നാണ് ആദ്യം പറയുന്നതാണ് നിസായിലെ നോദിയ 3-ാമത്തെ ആയത്ത്. അതായത് ഒന്നിലധികം ഭാര്യമാരെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് സ്വീകരിക്കാം, 4 വരെ ആവാം. 4-ല് അത് പരിമിതപ്പെടുത്തണം. എന്നാൽ ആ കാലം ഏതായിരുന്നു? 5ഉം 6ഉം 7ഉം 8ഉം 9ഉം 10ഉം ഒക്കെ ഉള്ള ഒരു കാലമായിരുന്നു. നമ്മുടെ മതത്തിലല്ല, ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അതിലൊന്നും അത്ര വലിയൊരു കാഴ്ചപ്പാടൊന്നുമില്ല. അത് നമ്മളിൽ പിന്നെ ഇസ്ലാമിൽ മാത്രമല്ല ബഹുഭാര്യത്തുള്ളത്, അത് നമുക്ക് ഇനി ശേഷം വിശദീകരിക്കാം. ആ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. 2 നിലക്കും അതിന് വ്യാഖ്യാനമുണ്ട്, എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. ഇനി നോക്കാം, നമുക്ക് എന്നിട്ട് വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതൂ ഫിൽ യതാമാ. അനാഥ കുട്ടികളുടെ കാര്യത്തിൽ നീതി പാലിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ, ഫൻകിഹൂ മാ ത്വാബ ലക്കും മിനൻ നിസാ. നിങ്ങൾ മറ്റുള്ള പെണ്ണുങ്ങളിൽ നിന്ന് നിങ്ങൾ വിവാഹം കഴിച്ചോളൂ. അള്ളാഹു പറയാണ്, നന്നായി തോന്നുന്ന, നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്ന സ്ത്രീകളിൽ നിന്ന്, യതീമുകളല്ലാത്ത സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ വിവാഹം കഴിച്ചോളൂ. മസ്നാ വസുലാസ വറുബാ. 2 വീതം അല്ലെങ്കിൽ 3 വീതം അല്ലെങ്കിൽ 4 വീതം നിങ്ങൾ വിവാഹം കഴിച്ചോളൂ. ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലൂ. ഇനി അങ്ങനെ ബഹുഭാര്യത്വത്തിൽ അങ്ങനെ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി ചെയ്യാൻ കഴിയൂല എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ, ഫവാഹിദ, അപ്പോൾ ഒറ്റൊന്ന് മതി, ആ ഒന്നുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടോളൂ എന്നാണ്. അപ്പൊ പിന്നെ എന്ത് മതി? ഒരൊറ്റൊന്ന് മതി. ഔ മാ മലക്കത്ത് ഐമാനുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിലുള്ള വെള്ളാട്ടികൾ. ആ സിസ്റ്റം ഒന്നുമില്ല, ആദ്യം ഉണ്ടായിരുന്നു. മെല്ലെ 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 ഇസ്ലാം അതിനെ ഇല്ലാതാക്കി. പെട്ടെന്ന് ഒരു കാര്യത്തങ്ങട്ട് ഇല്ലാതാക്കുമ്പോൾ സമൂഹത്തിൽ മൊത്തം വ്യാപിച്ചു കിടക്കുന്നത് പെട്ടെന്ന് ബ്ലോക്കാക്കി ആകെ പ്രശ്നമാവും. മെല്ലെ മെല്ലെ പറ്റും, മെല്ലെ മെല്ലെ പറ്റും. ആ ഒരു നിലപാടാണ് എന്ത് ചെയ്തത്? അതൊരു ഐഡിയ പ്രയോഗിച്ചതാണ്. അതുകൊണ്ട് മെല്ലെ ഇല്ലാതാക്കി, മെല്ലെ. ഇനി നോക്കൂ, അപ്പോ പിന്നെ ഇപ്പൊ നമുക്ക് ബാധകല്ല എന്നർത്ഥം, ബാക്കിയുള്ളൊക്കെ നമുക്കിന്ന് ബാധകമാണ്. ذَلِكَ أَدْنَىٰ أَلَّا
അദ്നാ അല്ലാ തഊലൂ. അനീതി ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും ഉപയുക്തമായ രീതി ഇതാകുന്നു. ഏത്? അനീതി വരാതിരിക്കാനുള്ള വഴി അതാണ്. വിശദീകരിക്കാം. അതായത് യതീമുകൾ ഇപ്പൊ ഏതായാലും നമ്മൾ യതീം കുട്ടികളെ പെൺകുട്ടികളെ സംരക്ഷിക്കുന്നുണ്ടല്ലോ, എന്നാ പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരേ വിവാഹം കഴിക്കുക, മഹറൊന്നും കൊടുക്കണ്ട. യതീം കുട്ടികളല്ലേ? അങ്ങനെങ്ങാനും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ കെട്ടിക്കോളി കേട്ടോ. യതീം കുട്ടികളെ ഉണ്ടാകും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതാണ് ആദ്യം പറഞ്ഞത്. വൈൻ ഖിഫ്തും, നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ, അല്ലാ തുഖ്സിതു ഫിൽ യതാമ, യതീമുകളുടെ കാര്യത്തിൽ നീതി കാണിക്കൂല നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? എന്നാൽ ഫങ്കിഹു മാ ത്വാബ ലക്കും മിനൻ നിസാ, നിങ്ങൾക്ക് നന്നായി തോന്നുന്ന പെണ്ണുങ്ങളിൽ നിന്ന് നിങ്ങൾ 2 വീതം 3 വീതം 4 വീതം ഒക്കെ കെട്ടിക്കോളി. പക്ഷേ യതീം കുട്ടികൾ എന്താക്കരുത്, പ്രയാസപ്പെടുത്തരുത്. യതീം കുട്ടികളാണ് എന്ന് കരുതിയിട്ട് മഹർ കൊടുക്കാതിരിക്കരുത്. ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ളവർ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം. ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ കൊടുക്കുന്ന വ്യാഖ്യാനാണ് രണ്ടാമത് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ആയത്തിറങ്ങുന്ന സാഹചര്യത്തിൽ ഗൈലാൻ ഇബ്നു സലമ എന്ന് പറയുന്ന ആൾക്ക് 10 ഭാര്യമാരുണ്ടായിരുന്നു. 10 ഭാര്യമാർ. അത് നേരത്തെ ഉള്ള സിസ്റ്റം അനുസരിച്ച് അങ്ങനെ പോകുന്നതാണ്. 10 ഭാര്യമാരുണ്ടായിരുന്നു. അതുപോലെ ഹുമൈറത്തുൽ അസദി എന്ന് പറയുന്ന ആൾക്ക് 8 ഭാര്യമാരുണ്ടായിരുന്നു. നൗഫൽ ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് 5 ഭാര്യമാരുണ്ടായിരുന്നു. ഈ ആയത്തിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ 3 ആളെയും വിളിച്ചു. 10 ഭാര്യമാരുള്ളവരോട് അദ്ദേഹത്തോട് പിന്നെ ഗൈലാൻ ഇബ്നു സലമയോട് അതിൽ 6 ഒഴിവാക്കാൻ പറഞ്ഞു. 4 മതിയാ. അപ്പൊ ആ കണ്ണത്തെ ആ സാമൂഹിക സാഹചര്യം അനുസരിച്ച് വന്നത് കാരണം എങ്ങനെ 10 ഭാര്യമാരൊക്കെ അയാൾ കൊണ്ടുപോയാവും മേക്കണ്ടേ? നമുക്ക് തോന്നിപ്പോ 10 ഭാര്യമാരെ അത്ഭുതം തന്നെയാണ്. അത് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ലിഖി മതം എന്ന് പറഞ്ഞൊരു മതം ചൈനയിൽ, അവിടെ ശരാശരി ഒരാൾക്ക് 130 ഭാര്യമാരൊക്കെയാണ്. നടന്ന് കെട്ടി കാരണം 130 ഭാര്യമാരെന്ന് പറഞ്ഞാൽ കൊല്ലം ഓരോന്നാണെങ്കിലും അതില്ല, കൊല്ലം 6 മാസത്തിലേലും ഒന്ന് കേട്ടണ്ടേ? ആ രീതിയിലൊക്കെയാണ് അവിടെ വരുന്നിട്ട്. അതൊന്നും നോക്കാതെയാണ് ബഹുഭാര്യത്വത്തിന്റെ വിഷയത്തിൽ നമ്മളെ കളിയാക്കുന്നത്. അത് വേറെ. ഇത് നമ്മിൽ മാത്രം, അത് പിന്നെ നമ്മൾ വരുമ്പോൾ നിബിധങ്ങൾ വരുമ്പോൾ മാത്രമല്ല കേട്ടോ, കണക്കില്ലാതെ കെട്ടുന്നൊരു സിസ്റ്റം ആദ്യകാലത്ത് എല്ലാവരിലും ഉണ്ടായിരുന്നു. അറിയാൻ വന്ന് 130 ഭാര്യമാര് ആ മതത്തിലുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഒരു ചക്രവർത്തിക്ക് 30,000 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. ചൈനയിൽ 30,000 ഭാര്യമാർ. പിന്നെ ഈ ദാവൂദ് നബിയെ പറ്റിയും സുലൈമാൻ നബിയെ പറ്റിയും കുറെ ഇല്ലാത്ത കഥകളാട്ടോ. അവർക്ക് അനവധി 10,000 ഭാര്യമാരുണ്ടായിരുന്നൊക്കെ അത് ഈ ഇസ്രായേലി കഥകളാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഭാര്യമാരുണ്ടായിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്താകെ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു, കാറ്റ് മുഖേന. അതുകൊണ്ട് മൂപ്പർക്ക് പലയിടത്തും ഭാര്യമാരുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഒരു അനീതി അവരടുത്തുനിന്ന് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അള്ളാഹിനോടുള്ള കടമ നിർവഹിക്കുന്നതിൽ ആ ഭാര്യമാരോ സന്താനങ്ങളൊന്നും തടസ്സമായിട്ടില്ല. അതുകൊണ്ടാണ് മൂപ്പര് മരിച്ചവരാരും അറിയാതിരുന്നത്. ഓരോരോ ഗത്തിലും കരുതിയെന്ത് അവിടെ ഉണ്ടാവും, മറ്റിടത്തുണ്ടാവും. അങ്ങനെ ഉണ്ടല്ലോ. ഈ മക്ബറകളിലൊക്കെ അങ്ങനെ മാത്രം ജീവിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. അവരെ കുടുംബത്തോട് ചോദിച്ചു നോക്കി വല വർത്താനം, ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല. എവിടെ അറിയില്ല. ചിലപ്പോൾ ഏറുവാടിയേക്കാരം, പറയാൻ പറ്റില്ല കേട്ടോ. മുത്തുപേട്ടേക്കാരം, നാഗൂരേക്കാരം, ഊൽക്ക് എവിടെ ഒരു സ്ഥിരത ഉണ്ടാവില്ല. മരിച്ചതും അറിയില്ല. അങ്ങനെ ഒരു ലെവലില്ലാതെ കൊണ്ടുപോലുണ്ട്. സുലൈമാൻ നബിയെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് എല്ലാ നാട്ടിലും പോകണ്ടുണ്ട്. ഒരു ഭാര്യ കരുതി മറ്റോടത്തുണ്ടാവും, മറ്റേ ഭാര്യ കരുതി അവിടെ ഉണ്ടാവും. ഇവന് മരിച്ചറിഞ്ഞില്ല. മരിച്ചൊരു അത്ഭുതമാണല്ലോ. ഇവര് ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. അതിൻ്റെ അടി അറ്റാക്ക് ഉണ്ടായതാണ്. ജിന്നുകളെ കൊണ്ട് നല്ല പണിയെടുപ്പിക്കുകയാണ്. ഖുർആൻ പറയുന്നുണ്ട് ആ കഥ. സുലൈമാൻ നബി ഉണ്ടാകുമ്പോൾ ജിന്നുകൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ മൂപ്പർക്ക് ഒരു വടി ഉണ്ട് കയ്യിൽ. ആ വടിമ അങ്ങനെ ശാരി നീണ്ടാണ് നേസീരി പറഞ്ഞില്ലേ നോക്കുകയാണ്. ഇവരങ്ങനെ പണിയെടുത്തു. അതിൻ്റെ അടി സുലൈമാൻ നബി മരിച്ചു. മരിച്ചത് ആരും അറിഞ്ഞില്ല. ഈ ജിന്നുകൾക്കും അറിയാൻ കഴിഞ്ഞില്ല. അതെന്തിനാ അള്ളാഹ് അങ്ങനെ ആക്കി അറിയാം? ജിന്നുകൾ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ഞങ്ങൾക്ക് ഗൈബ് അറിയുന്നു.
അദൃശ്യ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അള്ളാനെ പോലെ അറിയുന്ന ഒരു വടായി ഒട്ടിച്ചു. പക്ഷേ സുലൈമാൻ നബി ഇവര് കാണേണ്ട എന്താണ്? സുലൈമാൻ നബി ഇവരുടെ ജോലി വീക്ഷിക്കാന്ന ഒരു കരുതുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജോലി വീക്ഷിക്കല, മൂപ്പര് മരിച്ചു നിൽക്കുകയാണ്. അദ്ദേഹം ചാരുന്ന വടിക്ക് ചെതല് കയറി അനങ്ങാതെ നിന്നിട്ടേ അതാണ് പൊട്ടിയിട്ടാണ് വീണപ്പോഴാണ് പടച്ചോനെ. അപ്പൊ നമുക്ക് വൈബ് അറിയില്ല എന്നുള്ള കാര്യം ഉറപ്പായി. മൂപ്പര് എന്നാ മരിച്ചാളോ ആ സംഭവം. അള്ളാഹു ഓരോ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. ഇന്നൊന്നും നമുക്കത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയൂല. എങ്ങനെയപ്പോൾ ഒരാളങ്ങനെ നിൽക്കുക? അത് നടക്കേണ്ടതിന് മുമ്പാണെങ്കിൽ എങ്ങനെയപ്പോൾ നിൽക്കാൻ തർക്കി, കാരണം നടന്നു കഴിഞ്ഞു. അതിന് ചിലതുണ്ട്. അപ്പോൾ സുലൈമാൻ നബിക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. എന്നാൽ ഇവർ പറയും പോലെ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അത് കുറേ ചരിത്രത്തിൽ കൂട്ടപ്പെട്ട, അതിലൊക്കെ ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യാ, നീതി ചെയ്യാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ അപ്പൊ എന്നാ പിന്നെ യതീമുകളെ കാര്യം വിടുക. ആ കാര്യം അത് ആ പ്രത്യേക സാഹചര്യം പറയട്ടെ. ഇനി എന്തായിരുന്നാലും എല്ലാവർക്കും ബാധകമായ ഒരു വിഷയമാണ് എന്ത്? ഫംകിഹൂ മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാ. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന സ്ത്രീകളിൽ നിന്ന് 2, 3, 4 വീതം നിങ്ങൾ കല്യാണം കഴിച്ചോളൂ. അവിടെ തന്നെ നമ്മളെ പറ്റി ചില ആൾക്കാർ പറയല്ല, ഇഷ്ടംപോലെ കെട്ടാനും ഇഷ്ടംപോലെ തീർക്കാനുള്ളൊരു മതാണ് ഇസ്ലാം. അല്ല, അതിന്റെ ശേഷം പറയുന്ന നോക്കി, ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു. ആ ഭാര്യമാർക്കിടയിൽ നീതി ചെയ്യാൻ ആ വിഷയത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ ഫവാഹിദ, ഒന്ന് മതിട്ടോ, ഒറ്റൊന്ന് മതി എന്നാണ്. ഈ നീതി ചെയ്യാന്ന് പറഞ്ഞാല് ഏത് വിഷയത്തിലാണ് നീതി ചെയ്യേണ്ട കാര്യങ്ങൾ? ഭൗതിക വിഷയങ്ങളിലാണ്. മറ്റേ നീതി ചെയ്യാൻ കഴിയൂല. ഒരാൾക്ക് പിന്നെ 2 ഭാര്യമാരുണ്ട് കുട്ടികളി. ആ 2 ഭാര്യമാർക്കിടയിൽ മാനസികമായിട്ടുള്ള അടുപ്പം, സ്നേഹം ഒരേപോലെ ആക്കാൻ മനുഷ്യന് കഴിയൂല. തുണികുപ്പായം ഒരേപോലെ വാങ്ങി കൊടുക്കാൻ, സ്നേഹം ഒരുപോലെ കൊടുക്കാൻ കഴിയൂല. അപ്പൊ അതിൽ കുറ്റക്കാരുമല്ല, പക്ഷെ പ്രകടിപ്പിക്കേണ്ടെന്ന് മാത്രം. ഒരാളോട് പറയാണ്, എന്താ അറിയില്ല, എന്നോട് ഇങ്ങോട്ട് ഓളോട് ഉള്ള അത്ര സ്നേഹം ഇങ്ങോട്ട് വരുന്നില്ല, ഇതൊന്നും വിചാരിക്കരുത് കേട്ടോ എന്നൊരു പോയത്തക്കാരൻ പറഞ്ഞാൽ കുഴപ്പമില്ലേ? അത് പറയാൻ പാടില്ല, അത് പറയാൻ പാടില്ല. ഈ മസല വല്ലാതെ പറഞ്ഞാൽ കേൾക്കുന്ന പെണ്ണുങ്ങൾ ഇത് അതൊക്കെ അങ്ങനെ പരത്തി പറയേണ്ട സ്ഥാനം. അതൊന്നും ഓൽക്ക് കോച്ചിങ് കൊടുക്കണ്ട എന്ന് കരുതും. കാരണം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവിന് താൻ തന്നെ മതി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അധികം ആൾക്കാരും ആ നിലപാട് സ്വീകരിക്കേണ്ടത്. എന്നാൽ ഇസ്ലാം അതിൽ തന്നെ ഉറപ്പിച്ചു നിർത്താതിരിക്കാൻ ഒരുപാട് കാരണം ഉണ്ടാക്കാൻ വിശദീകരിച്ചത്. എന്തിനാണ് ബഹുഭാര്യത്വം എന്ന ഒന്ന് ഇസ്ലാമിൽ കൊണ്ടുവന്നത്? അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ഒന്നിലധികം കെട്ടണം എന്ന് പറയണില്ല. ഭൗതിക വിഷയങ്ങളിൽ നല്ല നീതി അവരോട് കാണിക്കണം. ഭൗതിക വിഷയങ്ങൾ മറ്റേത് ഉള്ളിലുള്ളത് അത് കൃത്യമായിട്ട് സമാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 9 ഭാര്യമാരുണ്ടായിരുന്നു, 4-ലധികം ഉണ്ടായിരുന്നു. അത് നബി തങ്ങൾക്ക് മാത്രമുള്ളതാണ്, നബി തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരെ സുഖമില്ലാത്ത സമയമുണ്ടല്ലോ, എന്നാലും റസൂൽ ഓരോ വീട്ടിൽ ഓരോ ദിവസം അതിലെന്ത് കാണിച്ചില്ല? മദീന പള്ളിയോട് ഏറ്റവും അടുത്ത് ആയിഷ ബീവിന്റെ വീടാണ്. നബി തങ്ങൾക്ക് നിസ്കരിക്കാൻ ഒക്കെ സൗകര്യം അതാണ്. എന്നാലും നബി തങ്ങൾ എന്ത് ചെയ്തു? അനീതി പാടില്ല ഭാര്യമാർക്കിടയിൽ. ഖുർആൻ നേരെ പറഞ്ഞല്ലേ. അങ്ങനെ തീരെ സുഖമില്ലാത്ത സമയത്ത് നബിയെ എടുത്തുകൊണ്ടാണ് അവിടെ എത്തിച്ചു കൊടുത്തിരുന്നത്. എടുത്തുകൊണ്ടുപോയി ഒരു ഭാര്യ, അടുത്ത ദിവസം മറ്റേ ഭാര്യന്റെ അടുത്തേക്ക് അവിടുന്ന് എടുത്തുകൊണ്ടുപോവാണ്. അതിൽ ഭാര്യമാരെല്ലാരും കൂടി ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ സ്വഭാവമാണ്. ഇനി നബി തങ്ങൾ എങ്ങനെ എന്ത് ചെയ്യണ്ട, പ്രയാസപ്പെടും. ഓൽക്കറിയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതി കാണിക്കണം. അപ്പോ എല്ലാരും കൂടി ഒരു തീരുമാനം എടുത്തു. നബി തങ്ങൾക്ക് മാനസികമായിട്ട് താല്പര്യം ഈ ഒരു ഘട്ടത്തിൽ ആയിഷ ബീവിന്റെ അടുത്തേക്കാണ്. കാരണം ഈ പ്രായമാകുമ്പോ അല്ലെങ്കിൽ അസുഖം വരുമ്പോ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭാര്യയിൽ നിന്ന് കിട്ടുന്ന ഒരു സംരക്ഷണം, അവരിൽ നിന്ന് കിട്ടുന്ന ഒരു സേവനം, അത് വേറെ ആർക്കും മക്കൾക്കോ മരക്കൾക്കോ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതിന് ആരോഗ്യം വേണമല്ലോ, അല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖമില്ലാത്തൊരവസ്ഥയിലാണ്. ഇങ്ങോട്ടില്ലാന്ന് നബി തങ്ങൾക്ക് തന്നെ അറിയാം. അവ നബി തങ്ങൾക്കറിയാം. ഇപ്പോ മറ്റുള്ള ഭാര്യമാർക്കും അറിയാം നബി തങ്ങൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആയിഷ ബീവിന്റെ അടുത്ത് നിൽക്കാനൊക്കെ. പക്ഷെ നബി പറയില്ലല്ലോ.
അതിൽ ഭാര്യമാരെല്ലാവരും കൂടി നബിയോട് പറഞ്ഞ, നബിയെ നിങ്ങളെല്ലാ വീട്ടിലും വരട്ടെ, ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ട് കാണാൻ, നിങ്ങൾ ആയിഷ ബീവിന്റെ വീട്ടിൽ നിന്നോളൂ എന്നുള്ളൂ. അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ ലാസ്റ്റ് ഘട്ടത്തിൽ ആയിഷ ബീവിന്റെ വീട്ടിൽ മാത്രമാക്കിയതും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അവിടെ വെച്ച് നടന്നതും അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഹുജ്റത്തു ഷരീഫ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അതാണ്. അതായത് നബി തങ്ങൾ കിടക്കുന്ന ആ സ്ഥലം, അതാണ് ഹുജ്റത്തു ഷരീഫ്. അവിടെ ആയിരുന്നു ആയിഷ ബീവി നബി തങ്ങളും കടന്നിരുന്നത്. അപ്പോൾ അള്ളാൻ റസൂല് ഭൗതികമായിട്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓൽക്ക് എല്ലാ നിലക്കും വീട് കാര്യങ്ങളൊക്കെ ഒരേപോലെ. അപ്പൊ ഇന്നിപ്പോ ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവർക്ക് വസ്ത്രം ഒരേപോലെ പറഞ്ഞാല് ഓലെ ഇഷ്ടം പോലെ കളറൊക്കെ അങ്ങോട്ട് ഇട്ട് മാറ്റാൻ പാടില്ല എന്നല്ല, പിന്നെന്താ ക്വാളിറ്റി നോക്കണം. അതേപോലെ ഭക്ഷണം, ഒരു ഭാര്യയോട് പറയാണ് മുരിങ്ങ താളിച്ചോണ്ടിടി, ചക്കക്കുരു നല്ലതാണ്, വിറ്റാമിൻ ഉള്ളതാണ് എന്ന് പറഞ്ഞ് ഓൽക്കെന്നും അതന്നെ ചക്ക കൊണ്ട് പല കൂട്ടാൻ ഉണ്ടാക്കാൻ കൽപ്പിക്കും. മറ്റേ ഭാര്യനോട് കുറച്ച് കൂടുതൽ സ്നേഹമാണ്, അവർക്ക് നല്ല ഐക്കോറയും അതുപോലെ തന്നെ ചെമ്മീനും നല്ല ഫിഷും അതുപോലെ ഇടക്കിടക്ക് മട്ടനും അവിടെ നല്ല സൗകര്യങ്ങൾ പെടുത്തി കൊടുത്തു. ഇപ്പുറത്ത് നല്ല ഒരു ലൊക്കട ഫാൻ വെച്ചു കൊടുത്തു, അപ്പുറത്ത് എ സിയും വെച്ചു കൊടുത്തു. പണ്ടൊന്നും ഇതും ഇല്ലേനു ഒടിയാറ്, ആരോട് ആ ലൊക്കട ഫാൻ വെച്ചു കൊടുക്കുക. മറ്റൊരോട് പറഞ്ഞു ഇപ്പതൊന്നും ഇല്ല, ഞാൻ ജീവിക്കാൻ കഴിയൂല, എ സി ഒക്കെ ഇപ്പോൾ സാർവത്രിക കേൾക്കണമെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ. ഇത് ശരിയല്ല, ഇതാര് കണ്ടാലും മനസ്സിലാകുമല്ലോ അത് ശരിയല്ല എന്നുള്ള. ഒരു ഭാര്യൻ്റെ അടുത്ത് 4 ദിവസം നോക്കും, മറ്റേ ഭാര്യൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പോയിക്കാണ്ട് ഒന്ന് മുഖം കാട്ടിക്കാണ്ട് പോരും, അന്നും പറ്റൂല. അങ്ങനെ അനീതി ചെയ്യോ എന്നാ പിന്നെ ഒന്ന് മതിയെന്നാണ്. ഇനി ഖുർആൻ മറ്റൊരു വാർത്ത പറയണ്ടോ, ഒരു ഭാര്യനെ സ്വീകരിച്ച് അതും നോക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവൻ വേണ്ട, ഒന്നും വേണ്ട. നിമിതങ്ങൾ അവരോട് പറഞ്ഞത് എന്ത് ചെയ്യണം, പിന്നെ നോമ്പൽക്കാനാണ്, വികാരത്തെ നിയന്ത്രിക്കാൻ നോമ്പറ്റാൻ മതി എന്നാണ്. പെണ്ണിന് ഭയങ്കര സുരക്ഷയാണ്, സംരക്ഷണമാണ്. അവളെ നോക്കണം, അവളെ ചെലവിന് കൊടുക്കണം, അവളോട് അനീതി കാണിക്കരുത്. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, മാന്യമായ സമീപനം അവരോട് വേണം. അതാണ് അമ്പിയാക്കളുടെ വിവാഹം, അതാണ് പഠിപ്പിക്കുന്നത്. ഏറെക്കുറെ പ്രവാചകന്മാർ മുഴുവനും ഒറ്റപ്പെട്ട നബിമാരല്ലാത്തവരെല്ലാവരും എന്ത് ചെയ്തു, വിവാഹം കഴിച്ചു. വിവാഹം ഓരോ മതങ്ങളിലും വ്യത്യസ്തമായ രൂപത്തിലാണ് വിവാഹം. അറേബ്യയിൽ ഒരു കാലത്തുണ്ടായിരുന്ന അവസരങ്ങൾ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഒരു വിവാഹം നടക്കുന്നതിന് മുമ്പ് 1, 2, 3 മാസമൊക്കെ ഈ വിവാഹം കഴിക്കുന്ന പെണ്ണ് ഈ പുരുഷനോട് കൂടെ ജീവിക്കുക, ആണ് ജീവിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, പിന്നെ ഇത് ഒരു മനസ്സിലാക്കും, ഇനി ഒത്തു പോകാൻ പറ്റുമോ. അതാണ് അന്നത്തെ സിസ്റ്റം. അങ്ങനെയാണ് ഇന്നുണ്ട് കേട്ടോ, ഇന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്നുണ്ടത്. എങ്ങനെ, വിവാഹത്തിന്റെ മുമ്പ് പിന്നെ വധുവും വരനും കൂടി ജീവിക്കുക. ഔദ്യോഗിക വിവാഹം കർമ്മം നടക്കുന്നതിന് മുമ്പ് ജീവിക്കും കുറച്ചു കാലം, ദിവസങ്ങൾ, മാസങ്ങൾ. അങ്ങനെ അതിൽ ഒരു തീരുമാനമാവും മുന്നോട്ട് പോകാൻ നമുക്ക്. ഡേറ്റിംഗ് എന്നാണ് അതിന് പറയാം. അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്നും നിലവിലുള്ളതാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ അള്ളാൻ റസൂല് ഒന്നിന്റെ ശേഷം നിരോധിച്ച സംഗതിയാണ്. ഏതൊക്കെ ഐറ്റംസ് ഉള്ള കാര്യങ്ങൾ. ഇപ്പൊ ചൈനയിൽ തന്നെ ഒരു വധുവിനെ വരന് സ്വീകരിക്കണമെങ്കിൽ വരന്റെ വീട്ടുകാര് ഈ വധുവിനെ ശരീരത്തിലൊരു നൂല് പോലും ഇല്ലാത്ത അവസ്ഥയിൽ കാണണം എന്നാണ് ഞാൻ. അതാണ് ഓലെ കാണുക. ഇന്നുള്ളതാണ് ഇപ്പൊ ഇതൊക്കെ. ഇപ്പോൾ പിന്നെ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ദുബായിലോ അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഇവിടെ ചാനൽ ചർച്ചയിലൊക്കെ അന്വേഷിക്കാറ്. ഇന്നുണ്ട് അങ്ങനെ ചില സിസ്റ്റങ്ങൾ. അങ്ങനെ കണ്ട് ഉറപ്പ് വരുത്തിൻ്റെ ആവശ്യമാണ് അത്രേ കല്യാണം ഉറപ്പിക്കാം. നമ്മൾ സാധാരണ ഒളി പെണ്ണാണാൻ പോയതെന്നറിയില്ലേ, നമ്മളാണ്ട് മുഖം കാണും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഓനൊരു പെണ്ണിനെ കാണുക എന്ന് പറഞ്ഞാൽ മുഖവും മുൻകൈയാണ് കാണുക. പിന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടോയെന്ന് അറിയാനാണ് പെണ്ണുങ്ങൾ കാണാൻ പോയിക്കുന്നതെന്ന് പറയാം അല്ലേ. പുതിയാപ്പിള കണ്ടൊക്കെ പറ്റി പോകുന്നതിൻ്റെ ശേഷം എന്തായി ചോദിച്ചാൽ, നിന്റെ പെങ്ങന്മാരൊരു പോക്കുണ്ട് സുഹൃത്തെ, അതും കൂടി കഴിഞ്ഞിട്ടണം ഒരു പോസ്റ്റ്മോർട്ടേക്കാരം. അതും നമ്മളിവിടെയൊക്കെ എങ്ങനെ ഒന്ന് നടക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാനും അല്ലേ ഒക്കെ കാരണം നോക്കുക. വലിയ കാക്കപ്പുള്ളിയൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ കണ്ടോടുത്ത് ഓട്ടേക്കാരം. പെങ്ങന്മാരാണ് ഇതിൽ വലിയ വിദഗ്ധര്. ഓല കാര്യം ആലോചിക്കൂല കേട്ടോ.
ഓരും ആ പോസ്റ്റ്മോർട്ടത്തിന് വിധേയതാണ് ഓരത് നമ്മളിത് കഴിഞ്ഞ് മറ്റൊരു അനുഭവിക്കട്ടെ എന്നാണ്. ഇപ്പൊ പിന്നെ അതിനും മാറ്റം വന്നു. ഇപ്പൊ കുട്ടികൾ തന്നെ പരസ്പരം തീരുമാനിക്കണം, അങ്ങനെയും തീരുമാനിച്ചിട്ടേലും കല്യാണം ആയാൽ മതിയെന്നോ എന്നുള്ള ഇടത്തേക്ക് മാതാപിതാക്കൾ എത്തിയ ഒരു കാലമാണ്. കുഴപ്പമൊന്നുമില്ല, ഒരാൾ ഞാൻ ഇന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് അതിൻ്റെതായ രീതിയിലാണെങ്കിൽ ഇതിനെ കുഴപ്പം പറയാൻ പറ്റൂല. ആണല്ലോ, ഒരാൾ നല്ല പക്വതയുള്ളൊരു ചെക്കൻ, ഓന് എന്ത് ചെയ്തു, ഒരു നല്ല കുടുംബജീവിതം ആഗ്രഹിച്ചു, ഓന് അതിൽ ഒരു പെണ്ണിനെ കണ്ടെത്തിയോന് അത് അതിൻ്റെതായ രീതിയിൽ ഇസ്ലാമികമായ രീതിയിലാണെങ്കിൽ ഇപ്പോൾ മാതാപിതാക്കളോട് നേരാണ് പറയുന്നത്. കുട്ടികൾക്ക് മടിയില്ലല്ലോ, ഓപ്പണായിട്ട് പറയും, അവിടെ ഒരു പെണ്ണുണ്ട്, അത് നല്ല ഫാമിലിയാണെന്ന് ആ പറയുന്നത്, ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോയി പോയിക്കോളി, അങ്ങനെ പറയേണ്ട കുട്ടികളുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ സുഹൃത്തുക്കളെ കൊണ്ട് അവൻ്റെ വാപ്പാനെ കൊണ്ട് പറയിപ്പിച്ച് എത്രയാണ് ഇങ്ങേറാകണമെന്നറിയങ്ങൾ തന്നെ. സിനിമക്ക് പോകുമ്പോൾ തന്നെ പണ്ടൊക്കെ സിനിമക്ക് പോവുകയാണെങ്കിൽ ഒരാളെങ്ങനെ വരിക, ഇവിടെ പണ്ട് സിനിമകളിലന്ന് ചെറുോട്ടിൽ നിന്ന് ഇങ്ങനെ വരും സിനിമകൾക്ക് പോകാൻ വേണ്ടി. അപ്പോഴേക്കാരൻ നാട്ടിലത്തെ ഒരാൾ പച്ചക്കറി വാങ്ങി വരുന്നുണ്ടാവും, ഇജെടുക്ക വെച്ചാൽ ഞാൻ അറിയും, ഒരു പിന്നെ അങ്ങോട്ടാണ് പോകും, ആരും കാണരുതേ. എന്നിട്ട് അങ്ങോട്ട് പോയി ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴേക്കാരൻ അപ്പുണ്ടാവും മറ്റോ മീൻ വാങ്ങി വരുന്നു, നമ്മളെ പരിചയം ഇജെടുക്ക വെച്ചാൽ ഞാൻ ഒരു തിരിച്ചിലുണ്ടാവും. ഇങ്ങോട്ട് ഒരു 14 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പോകും. എന്ത് ഭാഗം മടി പോയില്ലേ, പോകാൻ മടിയില്ലല്ലോ. ഇവിടുന്ന് വരുന്ന വെച്ചാൽ ഉസ്താദ് അറിഞ്ഞില്ലേ, പുതിയ പടം ഇറങ്ങിക്കൊള്ളാം, ഉസ്താദിനോട് അറിയണ്ട, പള്ളിക്കത്തെ കാതിയരാണ് അറിയണ്ടേ, പുതിയ പടം ഇറങ്ങിക്കണം ഉസ്താദ്, അവിടെ പോയി വരികയാണ്, നിങ്ങൾക്കൊന്ന് കാണണ്ട. ഉസ്താദ്മാരും ചർച്ച ചെയ്യൽ തുടങ്ങി, പ്രഭാഷകന്മാരൊക്കെ, ആ സിനിമ ഈ സിനിമ ചെറുപുളിയില്ലാതെ പാട്ട് പോലും അല്ല. അപ്പോൾ ഇത് പ്രചോദനമാകല്ലേ, നല്ല ഇന്നത്തെ കാലം. അപ്പോൾ എല്ലാ വിഷയത്തിലും എന്തുണ്ടാവും, അത്തരം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിലൊന്നൊരു മടിയില്ലാതായി. നമ്മൾ ഒരു വൻദോഷമായി കരുതൊന്നും വേണ്ട. ഒരു കുട്ടികളിപ്പോൾ ഞാൻ അങ്ങനെ കുട്ടീനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിൻ്റെതായ രീതിയിലാണെങ്കിൽ അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ വഴി വിട്ടു പോകരുത്. നിക്കാഹിൻ്റെ മുമ്പ് അവരിങ്ങനെ കറങ്ങി നടക്കുന്ന അവസ്ഥ, അതിന് നമ്മൾ അവസരം ഉണ്ടാക്കരുത്. വേഗം നിക്കാഹ് കഴിച്ചു കൊടുക്കുക, ഹലാലാക്കി കൊടുക്കുക. അപ്പോൾ പ്രശ്നം അങ്ങനെ വേണ്ട. ഒരു വിധം കഴിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വാശിക്ക് നിൽക്കാതെ, അങ്ങനത്തെ ഒരു കാലാണ് അത്. പിന്നെ പല കുഴപ്പങ്ങൾക്കും ഉണ്ടാവും കാരണവും. എന്നാൽ പിന്നെ കുഫുവൊക്കും വേണം, കുട്ടികൾക്ക് പക്വതയില്ലാത്തതുകൊണ്ട് എടുത്തിയാട്ടുണ്ടാവും. അപ്പോൾ ഒരു വിവാഹം തന്നെ എങ്ങനെയാണ് ഇസ്ലാമിൽ, അതിന് തന്നെ ഒരുപാട് നിബന്ധന ഉണ്ട്. ഇപ്പോൾ ക്രിസ്തു മതത്തിലെ വിവാഹം അതിന് ചില ഇതുണ്ട്, അതിന് അവരൊരുപാട് വിഭാഗമുണ്ട്. അവർക്ക് 10 സാക്ഷികളൊക്കെ വേണ്ട നിയമങ്ങളുണ്ട്. ചിലത് ഒരു പല ഗ്രൂപ്പുകളാണ്. ജൂതമതത്തിലും അങ്ങനെ തന്നെയാണ്. ഓരോ മതത്തിലും അതിൻ്റെതായ രീതികളുണ്ട്. പുരോഹിതന്മാർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അമേരിക്കയിൽ പുരോഹിതന്മാർ ഒരുപാട് ഇങ്ങനെ ഈ വഴിവിട്ട് ജീവിക്കുന്നത് വിവാഹമില്ലാത്തതായതുകൊണ്ട് ആ നിയമം മാറ്റണം എന്നുള്ള മുറവിളി ഇപ്പം അവിടെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് പുരോഹിതന്മാർക്കിടയിൽ. ഇസ്ലാമിൻ്റെ നയത്ര സുന്ദര, മനുഷ്യർക്ക് അല്ലാഹു ദാഹവും വിശപ്പും കൊടുത്തതുപോലെ വിചാര വികാരങ്ങളും കൊടുത്താണ്. അപ്പോൾ അതിന് പ്രകൃതിയിൽ അല്ലാഹു താല തീരുമാനിച്ചതാണ്, ആണും പെണ്ണും ഇണകളൊക്കെ. അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ വേണം. അവിടെ നമ്മൾ പിന്നെ അതാണല്ലോ വെറുതെ വ്യാജമായി മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വിവാഹം പാടില്ല, അതാണ് വേണ്ടത്. എന്നിട്ടോ പിന്നെ ജീവിതം നന്നാക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ആകെ വഴി വിട്ട് സഞ്ചരിക്കുന്നൊരവസ്ഥയാവും. അപ്പോൾ നമുക്ക് വിവാഹം ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞതാണ്. ഇനി ഈ ബഹുഭാര്യത്വം എന്തിനാണ് ഇസ്ലാമിൽ വന്നത്? അതിൻ്റെ ഒരു കാരണം എന്താ അറിയങ്ങൾ, ഈ ബഹുഭാര്യത്വം എല്ലാവരും ബഹുഭാര്യത്വം സ്വീകരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കണില്ല. എന്നാൽ ആവാം, അതിന് കുറേ നിബന്ധനകൾ വെച്ചു അവരെ ശരിക്കും നോക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് ഒന്നിലധികം ഭാര്യമാരെ ഒരേ സമയം 4 വരെ ആവാം. അതിൻ്റെ ഒരു കാരണം നമ്മൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏത് രാജ്യങ്ങൾ എടുത്തു നോക്കൂ, ജനസംഖ്യ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ പുരുഷന്മാരെക്കാൾ സ്ത്രീകളായിരിക്കും കൂടുതൽ. അപ്പോൾ ഒരാൾക്ക് ഒരു ഭാര്യ മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഫലത്തിലെന്താ അവിടെ ഉണ്ടാവുക? ഒരുപാട് സ്ത്രീകൾക്ക് കുടുംബജീവിതം എന്ന ഒന്ന് ഉണ്ടാവില്ല, ഒന്നല്ലേ പറ്റുള്ളൂ. നേരെ മറിച്ച് ഒന്നിലധികം എന്ന് വന്നതുകൊണ്ട് ഓരോന്നിനും അതിൻ്റെതായ രീതിയുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിവുള്ള ആളുകൾക്ക് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ജീവിതം കിട്ടും. ആ ജീവിതം അവർക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള. ഇന്ന് ബഹുഭാര്യത്വത്തെ വല്ലാതെ എതിർക്കുന്നവരുണ്ട്. ഈ ബഹുഭാര്യത്വം പാടില്ല എന്ന് പറയുന്നവരുടെ ജീവിതത്തിലേക്കൊന്നും ഇങ്ങനെ കയറി നോക്കി. ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളിൽ ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, ക്രൈസ്തവ രാജ്യങ്ങൾ. അവിടെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പുരുഷന്മാർക്ക് കുട്ടികൾക്ക് ഒരുപാട് പെൺകുട്ടികൾ കോർത്തുടിച്ച് നടക്കുക. റിക്കാർഡിക്കലായിട്ട് വിവാഹിതരല്ല, പക്ഷേ ഓരോന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ഒരു ബീച്ചിൽ ഇറങ്ങുന്നുണ്ട്, ഒരു ലോഡ്ജിൽ താമസിക്കുന്നുണ്ട്, ഒരു വില്ലകളിലും മറ്റും താമസിക്കുന്നുണ്ട്. ഒരു സ്വമേധയാ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ ഒരാഴ്ച ഒക്കെ ഓലങ്ങനെ കഴിഞ്ഞ് ആ ഫ്രണ്ടിനെ വിട്ടു. ഇനി ആ പെൺകുട്ടിക്ക് ബോയ് ഫ്രണ്ട് വേറെ ആളെ കൂടെ പോയി. അപ്പോഴേക്ക് ഇവൻ വേറെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ പോയി. അങ്ങനെ ഒരു കുത്തണഞ്ഞ ജീവിതം, അതിനെ ഇവരൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. അവരാണ് പറയുന്നത് വളരെ മാന്യമായ രൂപത്തിൽ ഇസ്ലാമിലാണെങ്കിൽ 2 സാക്ഷികൾ മുഖേന, അതുമാത്രമല്ല വിവാഹമൂല്യം മഹർ കൊടുത്ത് വളരെ മാന്യമായി 4 അടിയിൽ വെച്ച് ഉത്തരവാദിത്തത്തോടുകൂടെ കുടുംബമെന്ന പവിത്രമായ ഒരു സംവിധാനം സൃഷ്ടിക്കുന്നതിന് ഔദ്യോഗികമായിട്ട് നടത്തുന്ന ഈ വിവാഹം പാടില്ല എന്ന് പറയണം. അതിപ്പോ നമുക്ക് ചില കാര്യങ്ങളൊക്കെ വിരോധാഭാസമായിരുന്നു. ഇപ്പോൾ ഒരു വിവാഹം കണ്ടില്ല ഞങ്ങൾ, ഭയങ്കര പ്രശ്നം. നമ്മളിപ്പോ നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന 10-16 വയസ്സോ 17 വയസ്സോ ഒക്കെ ആയൊരു പെൺകുട്ടി, ആ പെൺകുട്ടി അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിനോട് കൂടെ ഇങ്ങനെ ഇതിലൊക്കെ കറങ്ങിയെടുക്കുകയാണ്. ഒരു മോട്ടോർ സൈക്കിളുമേ, ഒരു പരാതി ഉണ്ടാവില്ല. മലപ്പുറത്തടുത്ത് പിന്നെ ഒരു കച്ചവടക്കാരനോട് പറയാണ്, ഞാൻ സ്ഥലം കൃത്യമായിട്ടാണ് പറയണില്ല, അയാളെ കടയിൽ നിന്ന് ഉച്ചക്ക് ചോറുന്നാൻ വേണ്ടി നേരെ അങ്ങനെ റോഡ് കൂടി അങ്ങനെയാണ് പോയാൽ പിന്നെ സമയം കളയണ്ടറിയാണ്ട് നമ്മളുടെ കുറുക്ക് വഴിക്ക് കൂടി ഒരു പോക്ക്, പിന്നെ ചാടി കയറിയാണ്ട് അങ്ങനെയാണ് പോയതാണ്. അപ്പോൾ അവിടെ കുറച്ച് ഒരു ഒഴിഞ്ഞ ഏരിയയാണ്. അപ്പം മലപ്പുറത്തടുത്ത ഒരു സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിനി ഓരോരുത്തുണ്ട്, വേറെ വിദ്യാർത്ഥിനി ഓരോരുത്തുണ്ട്. ചിലർക്കൊന്നും വസ്ത്രമല്ല, ചിലർ അർദ്ധനഗ്നരാണ് കുട്ടികൾ. സ്കൂൾക്ക് വന്നാണ് ഇയാൾ ഉച്ചക്ക് ചോറ് നാൻ പോയതാണ്. അയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ നോട്ട് പോലീസുകാരനോ നിങ്ങൾ പോയി ചോറുന്ന് കണ്ട് കടിക്കോയിക്കോളിയാണ്, അതൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ഞാൻ ചോറുന്നാൻ പോകുമ്പോളെ കണ്ടായിരുന്നു ഇയാളിനോട് പറയണം. പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ട് പോലീസുകാരെ പറഞ്ഞു, അതിപ്പോ ഞങ്ങളിപ്പോൾ ചെന്നാലാക്ക് ബുദ്ധിമുട്ട് അന്നത്തെ കാലത്ത്, പിന്നെ അറ്റങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും, അതൊക്കെ ഭയങ്കര അലമ്പാണ്, നിങ്ങളിപ്പോൾ പോയി ചോറുന്ന് പോയിക്കോളിയാണ്, വെറുതെ വേണ്ടാത്തിലൂടെ വേണ്ട. ഇതാണ്. എന്നാൽ അതേ സമയത്ത് നിങ്ങൾ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പറയാണ്, പിന്നെ വേങ്ങര ടൗണ് അവിടെ പിന്നെ മഹലില് 18 വയസ്സാകാൻ ഇനി 1 മാസം കൂടി ഉണ്ട്, അങ്ങനത്തെ ഒരു കുട്ടിന്റെ കല്യാണമാണത്. ചാടി ഇറങ്ങി തന്നെ വരും, പാപ്പാനെ അറസ്റ്റ് ചെയ്യും. ഉസ്താദിന്റെ പേരിലും കേസായി, ഖാദിന്റെ പേരിലും കേസായി. കാരണം എന്താ, മഹാദോഷാണ്. എന്താ അറിയാം, നിങ്ങൾ 1 മാസം കൂടി ഉണ്ട് 18 ആകാനേ. നിങ്ങൾ നീന്തി നോക്കി, അത് ഭയങ്കര പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ നോക്കി നിങ്ങൾ, വളരെ സുന്ദരമായി ആ കുട്ടിനെ നോക്കി വളർത്തിയ ഉപ്പ, ആ കുട്ടിക്ക് ഭാവിയിൽ നല്ലൊരു ജീവിതത്തിന് അനുയോജ്യനായ ഒരു ഇണയെ തേടി പിടിച്ച് ഉത്തരവാദിത്വത്തോടുകൂടെ ഏൽപ്പിച്ചൊരു സംഗതിയാണ്. അതാണ് 18 വയസ്സാകാൻ 1 മാസം. നമ്മളൊരു സുഹൃത്ത് കുട്ടിന്റെ കല്യാണം അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ തലേന്ന് മൈലാഞ്ചിട്ട് കൊണ്ടൊക്കെയാണ് പുതിയ എണ്ണ. പോലീസ് വന്നു വയസ്സ് നോക്കി, കുറച്ച് കമ്മിയുണ്ട്, പ്രശ്നമായി. ഇതുവരെന്താ ചെയ്ത്, ആ കുട്ടിനെ കൊണ്ടുപോയോല്. ഈ കുട്ടിനെ ഇവിടെ നിങ്ങൾ നിർത്തിയാൽ നാളെ ഈ കുട്ടി പുതിയ ഉണ്ടോന്ന് പറഞ്ഞാണ്ട് കുട്ടിക്ക് കൂട്ടിനായിട്ട് കുട്ടിന്റെ അമ്മായിനെയും കൊണ്ടുപോയി കണ്ട് ഇറങ്ങാറാക്കാനല്ല, ഒരു നല്ലൊരു കേന്ദ്രത്തിൽ പാർപ്പിച്ചു. അവിടെ നിർത്തിയാൽ പിറ്റേന്ന് പുതിയ ഉണ്ടോന്ന് എഴുതിയിട്ട്. ഇതാണ് നമ്മളിന്നത്തെ നിയമം. എന്നാ ബീച്ചിൽ പോയി വെറുതെ കടലിയും കുറച്ചങ്ങാൻ നടക്കണം. ആങ്ങളിയും മങ്ങളും പോകും പോലെ. ആരാ ആങ്ങളിയും മങ്ങളൊന്നുമല്ല, ഒരു കവിതാക്കളാണ്. ഒരു പ്രശ്നമില്ല.
അവിടെയാണ് ധാർമ്മികമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടടുത്ത് നിയമങ്ങൾ പലപ്പോഴും തടസ്സമായിരിക്കും. അതിൻ്റെതായ കുറേ കാരണങ്ങളുണ്ടാവും. നമ്മളതിനെ ചോദ്യം ചെയ്യേ മറ്റൊന്നുമല്ല. ചിലതിൽ നല്ല നല്ല വശങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ചില പോരായ്മകളും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. ഇത് കാരണം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബഹുഭാര്യത്വത്തെ എതിർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ബഹുഭാര്യത്വം ഇസ്ലാം അത് നമ്മൾ അംഗീകരിച്ച ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ നടന്ന് 1948 കാലഘട്ടത്തിൽ പിന്നെ യൂറോപ്പിൽ ഈ ഭയങ്കര പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ധാരാളം ആണുങ്ങൾ പോയി, പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ വലിയ ഒരു പ്രതിസന്ധി യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്നപ്പോൾ അറബ് രാജ്യങ്ങളിലെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു കോൺഫറൻസ് നടന്നു. അതിൽ ഒരുപാട് ചർച്ച വന്നു. അതായത് ആണുങ്ങൾ കമ്മിയാണ്, പട്ടാളത്തിൽ പിന്നെ ആർമിയിലെ ആണുങ്ങൾ കുറവ്, എല്ലാ നിലക്കും. ഇതിനെ മറികടക്കാൻ എന്താണ്, 2 യുദ്ധങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചർച്ച. അതിൽ അറബ് പ്രതിനിധികൾ മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്താ അറിയോ, ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ എന്താ ചെയ്യേണ്ടത്, ബഹുഭാര്യത്വം പാസ്സാക്കുക. ഒരാണിന്, അതായത് പെണ്ണുങ്ങൾ കണ്ടമാനുണ്ട്, ആണുങ്ങൾ വളരെ കമ്മിയാണ്. അപ്പോൾ ഒറ്റ വഴി എന്താണ്, ബഹുഭാര്യത്വം കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾക്ക് ജീവിതം കിട്ടും, അതിലൂടെ സന്താന സൗഭാഗ്യം ഉണ്ടാവും, അങ്ങനെ ജനങ്ങൾ അധികരിക്കും, അതിലാണുങ്ങളുണ്ടാവും. എന്നിട്ട് എന്തേത് പറയുങ്ങൾ, ആ കാലഘട്ടത്തിൽ യൂറോപ്യൻ ക്രൈസ്തവ രാജ്യങ്ങളിൽപ്പെട്ട പ്രതിനിധികൾക്ക് ബഹുഭാര്യത്വത്തെ പറ്റി കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ഈജിപ്തിലെ മിസ്രിലെ അൽ അസ്ഹറിലേക്ക് ഒരു ടീമിനെ പറഞ്ഞേക്കേണ്ട സിസ്റ്റം വരെ വന്നു. എന്നാൽ അറബ് ലോകത്ത് ആ പ്രശ്നം വന്നില്ല, ആ പ്രതിസന്ധി വന്നില്ല. കാരണം എന്താ, അത് ഒന്നിലധികം ഭാര്യമാരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വീകരിക്കാന്നുള്ളൊരു ആ നിയമം ഓല് നിലവിലുണ്ടായതുകൊണ്ട് ഓൽക്കാ പ്രതിസന്ധി വന്നില്ല. ഇത് ലോകത്ത് നടന്നൊരു സംഗതിയാ. അതല്ലെങ്കിൽ നമ്മൾ പറയേണ്ട അടുത്ത് കാര്യങ്ങൾ എത്തലുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ചൈന ഒരു കുട്ടിയെ പാടുള്ളൂ എന്ന് പാസ്സാക്കി ആദ്യം, ആ നിയമം കർശനാക്കി. അതോടുകൂടെ എന്തായി, പെണ്ണുങ്ങൾക്കൊക്കെ പിന്നെ ശീലായി, ഒറ്റ കുട്ടി, നിയമം അങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രസവിക്കണ്ടല്ലോ. അതോടുകൂടെ അവിടെ ആണുങ്ങൾ, പട്ടാളത്തിലും മറ്റും ആണുങ്ങളുടെ കുറവ് വന്ന് വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം അതിൽ ഭേദഗതി വരുത്തിയവർ പല മന്ത്രിസഭ. അങ്ങനെയാണ് 2ആക്കിയത്. അപ്പൊ നമുക്ക് തോന്നി നാം 2, നമുക്ക് 2, അത് നാം 1, നമുക്കൊന്ന്. പിന്നെ ഒരു 2ആക്കി, ഇപ്പൊ 3ആക്കി. ഇപ്പൊ മാത്രല്ല 3 ആദ്യം 2ആക്കിയ സാഹചര്യത്തിൽ മൂന്നാമതൊരു പ്രസവിച്ച ആ കുട്ടിക്ക് സ്കൂളിൽ ചേർക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. ഇപ്പണ്ടല്ലേ നമ്മൾ ഈ കുത്തിവെപ്പൊക്കെ യഥാർത്ഥ സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചേർക്കാൻ കൊണ്ട് നമ്മളൊക്കെ ചോദിക്കലുണ്ട്, അത് കൊടുത്തുക്കണോ, ഇത് കൊടുത്തുക്കണോ, അതിലേലും കമ്മി ഉണ്ടെങ്കിൽ അല്ലേ ഭയങ്കര പ്രശ്നമായി. കാരണം വീട്ടിൽ നിന്നൊക്കെ ഒന്നൊരു പ്രസവം നടന്നിട്ടുണ്ടല്ലോ, ആകെ അച്ചടയാറ്. വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തി. അപ്പൊ എന്നതുപോലെ അവിടെ 3 പ്രസവം നടന്നാൽ മൂന്നാമത്തെ കുട്ടിക്ക് സ്കൂളിലെ അഡ്മിഷൻ പോലും കൊടുക്കാത്തൊരവസ്ഥ വന്നു. അത്രക്കും കർശനമാക്കി. ഇപ്പൊ 3 വേണമെന്നുള്ളടത്തിട്ട് എന്തിനാ, അല്ലെങ്കിൽ പട്ടിണി വരുമെന്ന് കരുതിയിട്ടാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയത്, കുടുംബാസൂത്രണം. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് അതിലൊക്കെ നമ്മൾ അങ്ങനെ റിസ്കിന്റെ കാര്യം അള്ളാഹു ഏറ്റതാണ്. അത് വായ കീറിയ അള്ള തിന്നാൻ കൊടുക്കും, അത് പഠിച്ചവന് കഴിയും. പിന്നെ ചിലർക്ക് ആ ജനസംഖ്യ കുറവുള്ള ചില രാജ്യങ്ങളിൽ തന്നെ കടുത്ത പട്ടിണിയുണ്ട്. ജനസാന്ദ്രത കൂടുതലുള്ള ചിലയിടത്ത് ഭക്ഷണം കൊണ്ട് ഇങ്ങനെ തന്നെയല്ലേ എന്താ പേരും തിന്നലും തൂർത്തും ഒഴിവാക്കലും വേസ്റ്റാക്കലും അതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പരീക്ഷണമാണ്, അല്ലാതെ കഴിയാത്ത പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ യുദ്ധക്കെടുതികൾ വരുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ അവിടെ ഈ ബഹുഭാരിത്വം അത്തരം ഘട്ടങ്ങളിൽ വലിയ ഉപകാരം ചെയ്തിട്ടുണ്ട്. ലോകം സംബന്ധിച്ചൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ചില മതങ്ങളിലൊക്കെ, ഇപ്പോൾ ക്രിസ്തു മതത്തിൽ തന്നെ ഒരു വിഭാഗത്തിന് കർശന നിയമമാണ്. അതായത് ഒരു വിവാഹം കഴിക്കാം, പക്ഷെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തീർക്കാൻ പാടില്ല എന്നാണ്. കാരണം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, ചർച്ചിൽ വെച്ച് നടക്കുന്ന ഒരു കല്യാണം, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നൊരു വിവാഹം
അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യാൻ പാടില്ല, കട്ടിങ് വരരുത് എന്നുള്ള. പിന്നെന്താ അറിയോ, സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നാൽ ഒരു രണ്ടിടത്ത് ജീവിക്കും. രണ്ടാക്കും വേറെ ജീവിതമല്ല, വേറെ വിവാഹം കഴിക്കാൻ പറ്റൂല, ഇത് വിവാഹം മോചനം പറ്റൂല. എന്നാ ഒരു തമ്മിൽ ഐക്യണ്ടോ? ഇല്ല. അതിനിപ്പോ എത്ര അവിടെ തത്വങ്ങൾ പറഞ്ഞാലും മതം പറഞ്ഞാലും കർത്താവിനെ പറഞ്ഞാലും ഒരു തമ്മിൽ യോജിക്കൂല. എന്നാ വേറെ വിവാഹം ഉണ്ടോ? വിവാഹമല്ല. ഇസ്ലാമിന്റെ നയം നോക്കിങ്ങൾ ഒരു നിലക്കും യോജിക്കാൻ കഴിയൂലെങ്കിൽ അവിടെ കുടുംബത്തിൽ നിന്ന് ഉത്തരവാദപ്പെട്ടവർ ചർച്ച ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് ഒരു തീരുമാനമായി കൊടുക്കണം. പിരിയലാണ് ഖൈറുന്നെങ്കിൽ പിരിയ, യോജിപ്പിക്കലാണ് ഖൈറുന്നെങ്കിൽ യോജിപ്പിക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഖുർആൻ വളരെ വ്യക്തമായി സൂറത്ത് നൂറിലൂടെ അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്. വളരെ സുന്ദരമായ അവസ്ഥ. കെട്ടിയവിനെ തീർക്കാൻ പാടില്ല എന്നുള്ള, അങ്ങനല്ല. ഇഷ്ടം പോലെ തീർക്കാന്ന് അതുമില്ല. അവിടൊക്കെ നിയമങ്ങൾ വെച്ചു. അനുവദനീയമായ വിഷയങ്ങളിൽ അള്ളാഹുവിനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ത്വലാഖ്. അങ്ങനെ പറഞ്ഞല്ലോ അല്ലേ? എന്താ കാരണം? അനുവദനീയായാൽ അള്ളാഹ്ക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല. അള്ളാഹ്ക്ക് വെറുപ്പുള്ളത് അള്ളാഹ് അനുവദനീയാക്കൂല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ആ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അറിയിക്കാനാണ് യഥാർത്ഥത്തിൽ ആ രൂപത്തിൽ അല്ലാഹു തആല ചെയ്തത് എന്നുള്ള. അപ്പോ പിന്നെ ഇപ്പൊ ഈ 200 കൊല്ലം പിന്നെ ലോകം സമ്മതിച്ചൊരു കാര്യമുണ്ട്. ബഹുഭാര്യത്വം കൊണ്ട് മുസ്ലിം സമുദായം രക്ഷപ്പെട്ടത്. അതായത് ഖുലഫാഉർ റാഷിദീങ്ങളും അതുപോലെ തന്നെ അമവിയ അബ്ബാസിയ ഭരണകാലങ്ങളിൽ 200 കൊല്ലത്തിന്റെ ഇടയിൽ നടന്ന യുദ്ധങ്ങളിൽ അനവധി ആളുകൾ മരിച്ചു. പക്ഷേ മുസ്ലിം ലോകം അതിനെ മറികടന്നത്, അവർക്ക് എന്തുണ്ടായില്ല, ആൺകുട്ടികളെ കുറവുണ്ടായില്ല, യുവാക്കളെ കമ്മി ഉണ്ടായില്ല. അതിനെ മറികടന്നത് ബഹുഭാര്യത്വം കൊണ്ടാണെന്നാണ്. ആ 200 കൊല്ലത്തിന്റെ ഇടയിൽ ഇത് ലോകം സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 1, 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞ് യൂറോപ്പിനത് വല്ലാതെ ബാധിച്ചപ്പോ ആ ചർച്ചക്ക് അറബ് പ്രതിനിധികളെ വിളിച്ചു എന്നാണ്. നിങ്ങളെങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്തതെന്ന് അറിയാം. പോലും മുന്നോട്ട് വെച്ച ഒരേ ഒരു കാര്യം ബഹുഭാര്യത്താണ്. അത് അവർക്കും സമ്മതിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഇത് തീരുമാനാക്കാൻ കഴിയണ്ടേ? വേറെ എന്ത് ചെയ്യും? ഇതിനെ മറികടക്കാനാണ്. ഇപ്പൊ യുദ്ധം എപ്പോഴും ഉണ്ടാവില്ലല്ലോ. ഇനി വേറെ കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ചില സഹോദരിമാർക്ക് പിന്നെ കുട്ടികളില്ലാത്ത പ്രശ്നമുണ്ടാവും. സ്ത്രീകൾക്കായിരിക്കും അത് കൂടുതൽ. വിവാഹം കഴിഞ്ഞ ഒരുപാട് കാലമായിട്ടുണ്ടാവും, കുട്ടികളില്ലാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പൊ ചില സഹോദരിമാരെന്നെ പറയും, നിങ്ങളൊരു കല്യാണം കൂടി കഴിക്കും, കുട്ടികൾ വേണമല്ലോ. പെണ്ണുങ്ങൾ തന്നെ പറയുന്ന എത്രയോ സാഹചര്യമാണ്. അങ്ങനെ നമുക്ക് അറിയേണ്ട തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വളരെ സന്തോഷത്തിൽ അയാൾ വേറെ കല്യാണം കഴിക്കുന്നു, അതിൽ കുട്ടികൾ ഉണ്ടാവുന്നു, പിന്നെ ഇവരെല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നു. പലപ്പോഴും ചില പല പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അതിന് മാത്രമല്ലല്ലോ, എല്ലാ വിഷയത്തിലും ഉണ്ടല്ലോ പ്രശ്നം. എല്ലാ വിഷയത്തിലും മാനുഷികമായി വരുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും. അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ കൈകാര്യം. ഇപ്പോൾ ചില സ്ത്രീകൾക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ട്. എന്താ പറയുക, ഉമ്മാർക്ക് ഒരു മരുമകൾ വരികയാണെങ്കിൽ പിന്നെ ഉമ്മാക്ക് ഇങ്ങനെ തോന്നും, ഇനിയിപ്പോ മകന് ഇന്ന വേണ്ടാതെ അങ്ങനെ ഉണ്ടാവുമോ? അതിന് ഒരു മാനസികാവസ്ഥയാണ്. അത് മക്കൾ കണ്ടറിഞ്ഞാൽ മതി. അങ്ങനെ ഇപ്പൊ ഓനൊരു പെണ്ണിനെ കിട്ടിയതോടുകൂടെ ഇന്നെ വേണ്ടാതാകുമോ? ഞാൻ ഓനാണെങ്കിലോ, ഓനെ 7ാം മാസത്തിൽ പ്രസവിച്ചാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരും. ഞാൻ ഓനെ 7ാം മാസം പ്രസവിച്ചാണ്, ഓന് ചെറുപ്പത്തിൽ അസുഖം ഉണ്ടായിരുന്നു, ഈ അസുഖം ഉണ്ടായിരുന്നു. വരുന്നവരോട് മുഴുവൻ പറയും, എല്ലാവരും കരുതുമ്പോൾ അസുഖക്കാരനാണ്. ഒരു മാനസികാവസ്ഥ. അത് നമ്മൾ കണ്ടറിഞ്ഞാൽ മതി. അത് ചിലവർക്ക് കണ്ടറിയാൻ അറിയില്ല. ഇനിയിപ്പോ അങ്ങനെ മാനസികാവസ്ഥയുള്ളൊരു ഉമ്മയും മരുമകളും അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അടുത്തുനിന്ന് ആ ടേബിളിന്റെ ഭക്ഷണം വെച്ച് ചോറുന്നാണ്. അതിൻ്റെ അടിയിൽ ഓൻ ഉമ്മാന്റെ അടിയിൽ നിന്ന് ഓൻ്റെ ഭാര്യ കുഞ്ഞോളായിക്കോട്ടെ, കുഞ്ഞോളെ ഒരു ഗ്ലാസ് വെള്ളം എടുത്താണ്. അപ്പോൾ അതിന് ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു. കണ്ടോ, ഓനെ ഞാൻ 7ാം മാസത്തിൽ പെറ്റാണ്, ഇന്നലെ വന്ന ഓളോടാണ് ഓൻ വെള്ളം ചോദിച്ച്. കണ്ടോ? അപ്പൊ ഈ പോത്തിനെ ഒന്ന് കണ്ടറിഞ്ഞാൽ മതി. വേണ്ടല്ലേ, നമ്മൾ ചില കാര്യങ്ങൾ അത് മനഃശാസ്ത്രപരമായ സമീപനം സ്വീകരിച്ചാൽ മതി. ഉമ്മ കുറച്ച് വെള്ളം എടുത്താണ് എന്നാ, ഓ പെണ്ണിട്ടിരി ഞാൻ തന്നെ വേണം കേട്ടോ. അത്രക്കും ലോലമായ മനസ്സേകാരം.
ചിലപ്പോൾ ഇനി കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ഒരു തക്കാരത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി റെഡി ആയിട്ട് വന്നിട്ട് ഞങ്ങൾ പോകാട്ടോ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സ് വേദനിച്ചു. അപ്പോഴും ചിന്ത എന്താ വരിക, ഓനെ അറിയിട്ടാണ് 7 മാസത്തിൽ പെറ്റത്. അപ്പോഴും അത് വരും. ഓന് മാറ്റി ഒരുങ്ങിയിട്ടാണോ എന്നോട് പറയേണ്ടത്? അങ്ങനല്ലല്ലോ. ആദ്യം പറയണ്ട എന്നോടൊരു അങ്ങനെ ഒരു മര്യാദയൊക്കെ ഇല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കണം. പെൺകുട്ടികളൊക്കെ ഒരു കോച്ചിങ് കൊടുക്കണം. വയസ്സായാലും എല്ലാം പരിഗണിക്കുക, ഒന്ന് വരുമ്പോൾ ഓൽക്കൊന്ന് മുഖം കാണിക്കുക, പോകുമ്പോൾ ഓലോടൊന്ന് പറയുക, അങ്ങനെ ഉണ്ടല്ലോ. അതൊക്കെ അവരിൽ വലിയ സ്വാധീനം ചെലുത്തൂലേ. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. ഇന്നിപ്പോൾ അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കണ്ടേ. ഒക്കെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മകളോട് പറഞ്ഞു കൊടുക്കണ്ടേ, അവിടുത്തെ തള്ളനെ കണ്ടിട്ട് ഒരു ജഗല തോന്നുന്നുണ്ട്, ഇപ്പാൻ്റെ കുട്ടി കുറഞ്ഞു കൊടുക്കൊന്നും വേണ്ട കേട്ടോ, ഇപ്പാൻ്റെ കുട്ടി നന്നാണ് പൊന്തിച്ചേക്കും. ആ ദമ്മിലേക്ക് അറപ്പാൻ്റെ കുട്ടി പോവുക, അത്ര പണ്ടായിട്ടും വന്നാണെന്നുള്ള കലവല്ല. അങ്ങനെ ആകരുത്. വിട്ടുവീഴ്ച എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്കൊക്കെ വയസ്സാകുമല്ലോ, വയസ്സായവരെ നമ്മൾ നല്ലോണം കണ്ടറിയണം. അവർക്ക് തോന്നണം ഓൽക്കൊരു കുറവും വരൂല എന്ന് ഓൽക്ക് തോന്നണം. അപ്പോൾ ഒരുപാട് ഭാര്യമാരൊന്നും വേണ്ട, എല്ലാ വിഷയത്തിലും ഉണ്ടാവും ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ. സമാധാനം നഷ്ടപ്പെടാനും പരസ്പരം വെറുപ്പുണ്ടാകാനൊക്കെ കാരണമാകുന്ന ഒരുപാട് സംഗതികളുണ്ടാവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, തെറ്റിദ്ധാരണ വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ നോക്കി നിങ്ങൾ, അതിപ്പോൾ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ലല്ലോ. ഇപ്പോൾ ചിലപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ ജയിച്ചോല് അതിൽ വനിതകളൊക്കെ ഉണ്ടാവും. ഒക്കെ അവിടെയൊക്കെ വലിയ സ്നേഹപ്രകടനം കാണിക്കാൻ പോയാൽ ചിലപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതങ്ങട്ട് വൈറലാവും. വൈറലാക്കേണ്ടവർക്ക് ഇതൊക്കെ ഒരു രസം, ട്രോളിറക്കാൻ. പക്ഷേ ഇതിലൊക്കെ പെട്ടുപോകുന്ന ആൾക്കാരെ കുടുംബത്തിൻ്റെ അവസ്ഥ ആലോചിച്ചാൽ നിങ്ങൾ, മരക്കളും ഓല വീട്ടുകാരും മക്കളും ഓല സുഹൃത്തുക്കളും എല്ലായിടത്തും പ്രശ്നമല്ലേ. ഇസ്ലാം പറഞ്ഞാൽ വളരെ ശരിയല്ലേ അല്ലേ? അങ്ങനെ തെറ്റിദ്ധാരണക്കുള്ള സാഹചര്യങ്ങൾ പരമാവധി എന്ത് ചെയ്യുക. അതെന്ന് മാത്രമല്ല, എല്ലാം ഒഴിവാക്കണം. ഇപ്പോൾ പുറത്ത് നമ്മളെ പറ്റി വലിയൊരു പ്രചരണം നടക്കുന്നുണ്ട്. എന്താ പറയുക, ഞങ്ങൾ മലപ്പുറത്ത് ഇനി ഭാവിയിൽ ഹിന്ദുക്കളൊക്കെ എന്താ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് ആടിനർത്ഥത്, തല ഉയർത്തിപ്പിടിച്ചത്. അപ്പോൾ നമ്മൾ അതിനുള്ള വടി കൊടുക്കരുതായിരുന്നു. രണ്ട് നിലക്ക്. ഒന്ന്, മതപരമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. പണ്ട് മഞ്ചേരി ഭാഗത്തൊരിടത്ത് പച്ച കളറിൽ ഒരു പോത്തിനെ പരസ്യമായിട്ട് അർത്ഥം. പിന്നെ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ സ്പോട്ടിൽ ചുവപ്പ് കളറിൽ പകരം വീട്ടിയൊരു പോത്തിനർത്ഥം. അന്ന് ഇത്ര തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമല്ല, അതുകൊണ്ട് അതിൻ്റെ ക്ലിപ്പും നിങ്ങൾക്ക് കിട്ടൂല. അത് അവിടെ ഒതുങ്ങി ആ വിഷയം. ഇപ്പം അങ്ങനല്ല, ലോകം മുഴുവനും മാത്രമല്ല ഭയങ്കര തെറ്റുമാണ്. നമ്മൾ പരമാവധി വടി കൊടുക്കാക്കുക, അടിക്കാൻ കാത്തു നിൽക്കുകയാണ്. നോക്കി നിങ്ങളെ കയ്യിലെ നഖം ശ്രദ്ധിക്കണേ. വിധങ്ങൾ പഠിപ്പിക്കുകയാണ്. നഖം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആടിനെ കറക്കുമ്പോഴും ഒട്ടകത്തിനെ കറക്കുമ്പോഴും ശ്രദ്ധിക്കണം, അതിൻ്റെ അകിടിൽ തട്ടിയിട്ട് അതിന് വേദനിക്കുന്നു പറഞ്ഞ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിൻ്റെ അനുയായികളെ നമ്മൾ ആലോചിച്ചോ. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ആട്ടിൻ്റെ മാംസം വിൽക്കുന്ന ഭരണം നടത്തുന്ന കാലത്ത് ഒരാളുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് ഒരുപാട് ആടുകളെ ഒന്നായിട്ട് അറുത്തിട്ട് ഇറച്ചി വെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു പറയാ, കുറേ ആടുകളുണ്ട്, അതിനൊന്നിനെ പിടിച്ചോണ്ടും അതിനറക്കുകയാണ്. ബാക്കിയുള്ള ആടുകൾ ഇത് കാണുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. അതിൻ്റെ അടിയിൽ മൂപ്പര് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി അറുക്കുന്ന കത്തി അവിടെ വെച്ചിട്ട് എന്തൊരാവശ്യത്തിന് പോയി. ഈ സമയത്ത് ഇനി അറക്കപ്പെടാനുള്ള അടുത്ത ആടുണ്ടല്ലോ, ഇയാൾ പോയ ഉടനെ ഒരാട് ഈ കത്തി കടിച്ചു പിടിച്ചിട്ട് അവിടെ ഒരു പൊട്ടൻ കിണറുണ്ട്, അതിനടുത്ത് ആയിക്കൊണ്ടേറ്റു. ഈ കത്തി നമ്മളെ നേരിക്കാൻ വരാനുള്ളതെന്ന് ആ ആടിനുള്ള ബോധനം കൊടുത്താളോ ആ നടന്ന സംഭവമാണ്. അങ്ങനെ ഈ ആട് ഈ കത്തി ഇങ്ങനെ കടിച്ചു പിടിച്ചു കൊണ്ടുപോയി ആ കിണറ്റിക്കിടേണ്ടത് വേറൊരാള് അത് വഴി വരുന്നുണ്ട്. അയാൾ ഇത് കാണുന്നുണ്ട്, ഈ അത്ഭുതകരമായ കാര്യം. അങ്ങനെ അയാൾ പിന്നെ ഈ പരിസരത്ത് കണ്ടുകൊണ്ട് ആടവിടെ കൊണ്ടുപോയി ഇട്ടു. ഇവിടെ എത്തലും മറ്റേ ആള് എന്ത് ചെയ്യാൻ മൂപ്പര ആവശ്യം കഴിഞ്ഞാണ്ട് മറ്റീനും കൂടി അറക്കാൻ വേണ്ടി വരുമ്പോൾ കത്തിയാണല്ല, ഇവിടെ ഒരു കത്തി ഉണ്ടായിരുന്നല്ലോ ചോദിച്ചു.
അപ്പൊ ഇയാൾ പറഞ്ഞു ആ കത്തി ആ ആട് കടിച്ചു പിടിച്ചുകൊണ്ട് ആ കിണറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു ആടങ്ങനെ കൊണ്ടുപോയിടുന്നു ലജ്ജിട്ടല്ലേ പോലും നമുക്ക് കച്ചറ. അയാളെ ആ കുടുങ്ങി വെറുതെ ഇതിലെ വന്നാളോ പിടങ്ങാറായല്ലോ എന്ന് കരുതി അവസാനം ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് കേസെത്തി. ഉമർ റളിയല്ലാഹു 2 പക്ഷം കേട്ടതിന്റെ ശേഷം വിധിച്ചു ആട് കൊണ്ടുപോയിട്ട് തന്നെയാണ്, ആട് കൊണ്ടുപോയി ഇടും. അതൊക്കെ അതിനുള്ള ബോധമുണ്ട്. മറ്റേക്കാണ് ശിക്ഷ കിട്ടിയത്. ഒരാടിനെ അറുത്തത് മറ്റേ ആട് കണ്ടത് അത് പ്രശ്നം. നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞാണ് ഒരു കന്നിനെ അറുക്കുമ്പോൾ ഉളിയത്തിൽ ഒട്ടകത്തിന് ഇതിനൊക്കെ ഒരുപാട് അറുക്കാണ്ടാവും. 100 ഒട്ടക നബി തങ്ങൾ തന്നെ അറുത്തിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്തു, ഒന്ന് അറുക്കുന്ന മറ്റൊന്ന് കാണൂല എന്നാണ്. അത്ര പ്രയാസപ്പെടുത്തരുത് എന്നാണ് നമ്മളെ മതം പറയുന്നത്. അപ്പോൾ ഒന്നിന്റെ പേരിലും അങ്ങനെ എന്ത് ചെയ്യരുത്, നമ്മൾ കുടുത്തമുട്ട് പോയത് നമ്മൾ പ്രത്യേകിച്ചു. കാരണം നമ്മൾ എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്കിടയിൽ വലിയ തെറ്റ് എന്തൊക്കെയാ ഇപ്പൊ നമ്മളെ പറ്റി പറയേണ്ട അറിയുന്നത്. നമ്മളെ ചോര പറയലോടങ്ങി നമുക്ക് മന്ത്രിമാരാകാൻ പറ്റൂല, മുഖ്യമന്ത്രി ഒന്നും പിന്നെ ഏതായാലും നമ്മളാകാൻ പറ്റൂല എന്നുള്ളിടത്താണ്. മുസ്ലിം അല്ലേ, നമ്മളെ ചോര വേറെയാണെന്നാണ്. തന്നീ വർഗീയത വർഗീയത ആ ഇറ്റങ്ങൾക്കൊന്നും മാനസികമായിട്ടൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. ഏതായാലും പടച്ചോൻ നമ്മളെ കാത്തതാണ്. ഒരു അപ്പനും മോനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 നിയമസഭയിൽ ഉണ്ടാവുമെന്ന് അറിഞ്ഞു. ഓരോ 2 പുറത്തിരുത്തി. എന്തേനും അറിയാം നിങ്ങൾ കുലുങ്ങി പറഞ്ഞിട്ട്. ആ കേക്കൊന്നുമല്ല, നമ്മൾ സമൂസ തന്നെ കൊടുക്കുന്ന ആളെന്നാ 4-ാം തീയതി ക്ഷീണിക്കാൻ 5-ാം തീയതി ആക്കാന്ന് പറഞ്ഞു. നല്ല ക്ഷീണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ചെകിട അടിച്ചു പൊട്ടിക്കുന്ന ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഇപ്പോൾ തൽക്കാലം നിഴലാകാനാ തീരുമാനം. ഞാൻ അവിടുത്തെ ഒരു നിയമസഭയിലെ ഒരാളും പുറത്തുള്ളൊരു MLA ആണ് ഞാൻ. ഇപ്പോൾ അതാ നല്ലത്. ഇവരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി എന്തേലും അവസ്ഥ. ഗുരുവായൂരുന്ന ഒരാൾ പറഞ്ഞിരുന്നു, അവരെ നാട്ടി ഓടിച്ചു. അങ്ങനെ കൊടും വശങ്ങളൊക്കെ പുറത്തായിട്ടുണ്ട്. എവിടുക്കാതൊക്കെ എത്ത വല്ലാത്തൊരവസ്ഥ. ആളുകൾക്കിടയിൽ വലിയ വിവേചനം ഉണ്ടാക്കുന്ന, ഭിന്നിപ്പുണ്ടാക്കുന്ന വർഗീയവാദികൾ എന്തൊക്കെയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ പറയും. അതിനനുസരിച്ച് അള്ളാഹു നമുക്ക് ഇസ്സത്ത് തരും ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളായി നിന്നാൽ മതി. ഞാൻ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യങ്ങൾ വരുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. രാഷ്ട്രീയത്തിലാണെന്ന് കരുതി നമ്മളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കാര്യങ്ങൾ. അള്ളാഹു താല എല്ലാം അനുവദിച്ചിട്ടൊന്നുമില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ചിലയിടത്തൊക്കെ മദ്യം വരെ കൊടുത്തിട്ട് ആഹ്ലാദം അറിയേണ്ട കേസാണ് ഈ പറയുന്നത്. അത്ര മോശം. അപ്പോൾ അള്ളാഹു താല പല നിലക്കും പരീക്ഷണം തരും. അങ്ങനത്തെ ഒരു കാലാണ്. ഒരു മഹലിൽ ഇപ്പോൾ നമ്മൾ കള്ളുടിക്കാത്ത പോലെ കണ്ടുപിടിക്കാനെന്ന് സുഖമാണ്. പണ്ടങ്ങനെയല്ലേ, ഒരു മഹലിൽ ആരെങ്കിലും മദ്യപക്കുണ്ടെങ്കിൽ അത് വളരെ അപൂർവം. ഇന്ന് കുടിക്കാത്തവർ അപൂർവമായിട്ട് വരികയാണ്. സന്തോഷം ഉണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെ കുടിക്കുക. കല്യാണം ശരിയായ വകയിൽ കുടിക്കുക, ജോലി ശരിയായ വകയിൽ. ജോലിയിൽ ആദ്യം കിട്ടിയ ശമ്പളത്തിൽ നിന്ന് ചെലവ് ചെയ്യുന്നത് ബ്രോസ്റ്റ് വാങ്ങി കൊടുത്താണെങ്കിലും ഓക്കെ. തെറ്റായ കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു കാലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാം. ഏതായിരുന്നാലും അപ്പോൾ ഈ ബഹുഭാര്യത്വം നമ്മൾ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാൽ തന്നെ നോക്കൂ നിങ്ങൾ. എല്ലാവർക്കും അറിയാം യുക്തമാണത്. കാരണം ഇപ്പോൾ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ 2ാമത് ഒരു വിവാഹം ചെയ്താൽ അതിലൂടെ എന്താകും, പിന്നെ സന്താന സൗഭാഗ്യം ഉണ്ടാവും. അതിൻ്റെ മെച്ചം അവർക്ക് തന്നെ ഓൽക്ക് മുതൽ കുറേ ഉണ്ടാവും. അതൊക്കെ കൈകാര്യം ചെയ്യാൻ ആളുകളാവും. അല്ലെങ്കിൽ അത് അന്യാധീനപ്പെട്ടു പോകും. ഇതാർക്കും പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ പിന്നെ ചില ആളുകൾ ചോദിക്കേണ്ട എന്താ അറിയാം, ഒരു പുരുഷന് 1-ലധികം ഭാര്യമാർ, എന്താ ഒരു ഭാര്യക്ക് 1-ലധികം പുരുഷന്മാർ? അത് ഉണ്ടായിക്കൂടെ? അത് പിതൃത്വത്തിന്റെ വിഷയത്തിൽ പിന്നീട് വലിയ പ്രശ്നങ്ങൾ വരും. അത് DNA ചെയ്താൽ പറയാം. അത്ര ഇടങ്ങാറാണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വേറെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇസ്ലാം മതത്തിലല്ലാതെ വേറെ ചില മതങ്ങളിലൊക്കെ അങ്ങനെയുണ്ടല്ലോ. പുരാതന കാലത്തെ ചില വിവാഹങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു പെണ്ണ് ഒരുപാട് ആണുങ്ങളെ തീറ്റി പോറ്റുന്ന അവസ്ഥ. അതൊന്നും എന്തല്ല, യുക്തല്ല. അപ്പൊ ഇവിടെ ഈ ആയത്ത് അവതരിക്കാനുണ്ടായ ഒരു കാരണം തന്നെ നോക്കൂ, ഒരാൾക്ക് 8-10 ഭാര്യമാര് കണക്കൊന്നുമില്ല, എത്രയും കെട്ടാന്നുള്ള രൂപത്തിൽ. എന്നിട്ട് അവരൊക്കെ ലൈംഗിക ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, എന്നിട്ട് അവരെ ഒഴിവാക്കുക, അല്ലെങ്കിൽ നോക്കാതിരിക്കുക, ഓൽക്ക് സംരക്ഷണം കൊടുക്കാതിരിക്കുക. അതിനാണ് അള്ളാഹു തആല കർശനമായിട്ട് എന്ത് ചെയ്ത് വിലക്കിട്ട്. അവിടെയാണ് പറഞ്ഞത് നാടിനപ്പുറം ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു.
ആ 4 വരെ ആകാന്ന് പറയാനുള്ള കാരണം തന്നെ പുരുഷന്മാരെക്കാൾ അല്ലാഹു തആല സ്ത്രീകളുടെ എണ്ണം കൊടുത്തു എന്നുള്ളതാണ്. അവിടെ യുക്തമായൊരു നിലപാടാണ് ഇസ്ലാമിലെ ബഹുഭാര്യത്വം എന്നറിയിക്കാനാണ് ഇത്രയും പറഞ്ഞത്. ഇനി അതിന്റെ ബാക്കി നോക്കി. അപ്പൊ അല്ലാഹു തആല പറയാണ്, നിങ്ങൾ അനീതി വരുമെന്നുണ്ടെങ്കിൽ നീതി ചെയ്യാൻ കഴിയൂലാന്ന് അങ്ങനെ പേടിക്കുന്ന സന്ദർഭം യതീമുകളുടെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പെണ്ണുങ്ങളെ ഈ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ആ രൂപത്തിൽ 4 വീതം വരെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലൂ, ഇനി നീതി കഴിയൂല നിങ്ങൾ പേടിക്കുന്ന സന്ദർഭം ഉണ്ടെങ്കിൽ ഫവാഹിദ, ഒന്നിലധികം ഉണ്ടായാൽ അത് പ്രശ്നക്കാരെന്ന വേണ്ട, ഒന്ന് മതി, അവർക്ക് അതേക്കരം ഖൈർ. ഔമാ മലക്കത്ത് അയ്മാനുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉടമയിലുള്ള വെള്ളാട്ടികളാവട്ടെ. ദാലിക അദ്നാ അല്ലാ തഊലു, അനീതി ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ല കാര്യം അതാകുന്നു. അനീതി വരാതിരിക്കാൻ ഏറ്റവും നല്ല വഴി ഉപയുക്തമായത് അതാകുന്നു. ഇനി അടുത്ത ആയത്ത്, വആതുൻ നിസാഅ صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. അല്ലാഹു പറയാണ്, വആതുൻ നിസാഅ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം, സ്വദുഖാതിഹിന്ന, അവർക്കുള്ള മഹറുകളെ, നിഹ്ലത്തൻ, നിർബന്ധമായും നിങ്ങൾ കൊടുക്കണം. നോക്കൂ, പെണ്ണുങ്ങൾക്ക് അതായത് ഭാര്യമാർക്ക് നിങ്ങൾ മഹർ കൊടുക്കണം. ഫഇൻ തിബ്ന ലക്കും മൻ ശൈഇൻ മിൻഹു നഫ്സ, നല്ല മനസ്സോടുകൂടെ അതിൽ നിന്ന് വല്ലതും അവർ നിങ്ങൾക്ക് തന്നെ നൽകുകയാണെങ്കിൽ ഫകുലൂഹു ഹനീഅൻ മരിയ, സന്തോഷത്തോടുകൂടെ ഹൃദ്യമായി നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചോളൂ. ഭക്ഷിച്ചോളൂ പറഞ്ഞാൽ ഭക്ഷണം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതിന്റെ ഉപകാരം എടുത്തോളൂ എന്നാണ് ഉദ്ദേശം. എന്തായിരുന്നാലും വേണ്ടില്ല. എന്താ പറയണ്ട അറിയങ്ങള്, അത് നമ്മളെ ചില ധാരണ ഉണ്ടല്ലോ, മഹർ തൊട്ടാൻ പാടില്ല, അങ്ങനല്ല, മഹർ തൊട്ടാൻ പാടില്ല. അത് പെണ്ണുങ്ങളെ പറയല്, ഇയാളെ പേടിപ്പിച്ചു മഹർ തൊടരുതിട്ടോ, എന്നിട്ട് പണയം വെക്കണ്ട, വിൽക്കാനൊക്കെ ചോദിക്കുകയാണെങ്കിൽ പണയം വെച്ച വളഞ്ഞു കുടുങ്ങിയ മാരിക്കേക്കാരം. അറ്റാക്ക് ഉണ്ടായതാണ്, പെട്ടെന്ന് പൈസ വേണം, എടി എൻ്റെ മാല വിറ്റാരോ, അത് മഹറല്ലേ, നിങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല എന്നല്ലേ. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഇഷ്ടപ്പെട്ട് കൊടുത്താൽ പക്ഷേ നമ്മൾ വല്ലാതെ പറയലില്ല, നമ്മൾ വല്ലാതെ തോണ്ടും. ഏത് ആ മഹറും കൂടി പെണ്ണുങ്ങളെ അപ്പോൾ വേണ്ട, അത് വല്ലാതെ പറയലില്ല. ചില കാര്യങ്ങൾ നമ്മൾ വല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ചില മസാലകൾ ഉള്ള തന്നെ ചില മസാല പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞാൽ അയിമ തന്നെ വല്ല കൂടിയാകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ നോക്കൂ, ഇസ്ലാമിലെ ഏറ്റവും നീതിയുക്തമായ ഒരു നിലപാടാണ് വിവാഹം കഴിക്കുമ്പോൾ പെണ്ണിന് മഹർ കൊടുക്കണം. പണ്ട് മാലിക് ദീനാറും സംഘവും നമ്മൾ കേരളത്തിൽ വരുമ്പോൾ അവരൊന്നുമില്ലാതെ വന്നല്ലോ. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ അവരുടെ സൽസ്വഭാവവും വിശുദ്ധിയൊക്കെ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്ന് ഇവിടെയുള്ള വലിയ വലിയ ആളുകൾ, സമ്പന്നരടക്കം, ഓൽക്ക് കുട്ടികളെ കെട്ടിച്ചു കൊടുത്തു. മക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ഓൽക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സമ്പത്ത് കൊടുത്തു. അതാണ് ഈ സ്ത്രീധനായി വന്നത്. എല്ലാം കൊടുത്തു, വീട് കൊടുത്തു, സ്ഥലം കൊടുത്തു, അങ്ങനെ കൊടുത്തു. പിന്നെ ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു താവടിയായി. എങ്ങനെ അത് അന്നൊരു അടിയന്തര ഘട്ടത്തിൽ, ഒരു അനിവാര്യ ഘട്ടത്തിൽ കൊടുത്താണ്. പിന്നെന്താക്കി, കച്ചവടാക്കി. ഇപ്പൊ പോയി, ഇപ്പൊ മാറ്റം വന്നു. എന്തേലൊക്കെ അതിൽ നന്മയുണ്ട്. ഇപ്പോ പുതിയാപ്പിള കഴിവില്ലാത്ത ആളാണ്, പെണ്ണിന്റെ വാപ്പ അത്യാവശ്യം നല്ല കഴിവുള്ള ആളാണ്. അയാള് കല്യാണം, പിന്നെ അയാൾ എന്ത് ചെയ്തു, ഒരു 25 പവൻ ഞാനാണ് കൊണ്ടുവരുന്നത്. കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, ഒരു ഏക്കർ സ്ഥലം ഓലെ പേരിലാണ് എഴുതി കൊടുത്തു. ആൾക്കാർ പറഞ്ഞു 1 ഏക്കറെ ഓൻ സ്ത്രീധനം കൊടുത്തിട്ടുണ്ട്. അതിന് പേരെന്താണെങ്കിലും അയാൾ ഇഷ്ടപ്പെട്ട് കൊടുക്കേണ്ട ഹറാമാണ് അറിയാൻ പറ്റും. ഇല്ലല്ല, ഹറാമാണ് അറിയാൻ പറ്റില്ല. പക്ഷെ എവിടെ പ്രശ്നം എന്നറിയങ്ങൾ, പിന്നെ 50 പവൻ എന്തായിരുന്നാലും വേണം, സ്ത്രീധനം എന്ന് പറയണ്ട കേട്ടോ. നമ്മൾ ചോദിച്ചാണെന്നൊന്നും പറയണ്ട, തരൽ നിർബന്ധം, അത് പറ്റില്ല. അവിടെയാണ് ഈ പ്രശ്നം. ഒരു കാലത്ത് സബി തന്നെ പറഞ്ഞിരുന്നു, ഒക്കെ കണ്ടൊക്കെ പറ്റിയൊക്കെ. ഇപ്പൊ മറ്റേതൊക്കെ ഇപ്പൊ എങ്ങനെയായിരിക്കും, അതിനായിട്ട് കുറച്ച് കാരണന്മാരുണ്ടാവും. അതിനായിട്ട് ഉണ്ടാവും, ഓല അതിനായിട്ട് ഒരുങ്ങി ഓല ഏൽപ്പിച്ചേക്കണം. 5 മട്ടം പോലെ പറഞ്ഞുകൊണ്ടിട്ടോ. അതിപ്പോ നമ്മൾ ഇന്നാള് പറഞ്ഞവർക്ക് തന്നെ ഒരു 40 മണി പിടിച്ചാൽ മതിയാറ്.
പറ്റൂല. ഓൻ്റെ മേലുള്ളത് കൊടുക്കുന്നത് 50ആണ്. പിന്നെ ഒരു പെരയ്ക്ക് വിവേചനം പാടില്ലല്ലോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ അവസാനം പോത്തിന്റെ കച്ചവടം ചെയ്യും പോലെ 45 മണം ഉറപ്പിക്കും. ഞാൻ അങ്ങോട്ടും വരണ്ട ഇങ്ങോട്ടും വരണ്ട. എത്ര വാപ്പാര് ഈ ഭാരത്ത് കൊള്ളാക്കിക്കണം. അങ്ങനെ അറിയങ്ങൾ വെള്ളിയാഴ്ചയൊക്കെ പള്ളിക്ക് വന്ന് എത്ര ഉപ്പാരെന്നുള്ള ഒഴിച്ചുകൊണ്ട് ഉസ്താദന്മാരെടുത്ത് ഉസ്താദെ നന്നാക്കി ഒന്ന് പറയണട്ടോ. പിരിവേ ഇത്ര ആൾക്കാർ പ്രത്യേകിച്ച് നിസ്കരിക്കാൻ നിന്നാലേക്കാ അത് മനസ്സിൽ വരിക. 16-ാം തീയതിയാണ് ഇപ്പോൾ കല്യാണം, ഒന്നും ആയിട്ടില്ല. ഇതന്നെ ഇക്കാരം മനസ്സിൽ നിസ്കരിച്ചാൽ നിന്നാലേക്കാരം കൂടുതൽ വരിക. മാനസികമായി പോയ വാപ്പാരുണ്ട്. അങ്ങനെ ആ സാമ്പത്തികം മാത്രം തടസ്സമായതുകൊണ്ട് വിവാഹം നടക്കാതെ ഇന്ന് 55-ഉം 60-ഉം വയസ്സായ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ കിട്ടാതെ വീട് വിധവളായി കഴിയുന്നവരുണ്ട്. ഓൽക്ക് എന്തെങ്കിലും തടസ്സം? അന്നത്തെ ആ ദുരാചാരാണ്. അത്യാവശ്യ ഘട്ടത്തിൽ കൊടുക്കുന്നതല്ല, കച്ചവടാക്കി. ഇപ്പോ ഇതൊക്കെ എന്ത് ചെയ്തു? മാറ്റം വന്നു. അല്ല ഞാൻ സംഗതി നടക്കൂല എന്നുള്ളതുകൊണ്ടാണ്. മാറ്റം വരുത്താൻ പൂതി ഉണ്ടായിട്ടൊന്നല്ല. ചില ആളുകൾക്ക് നടക്കൂല, വിവാഹം തന്നെ നടക്കൂല. എന്നാലും പിന്നെ ചിലതൊക്കെ പിന്നെ ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചെന്ന് എനിക്ക് പൈസ കൊടുത്തു തന്നാണ്. അന്ന് അന്തല്ലേ, ഇത്ര തന്നെ കഥല്ലല്ലോ. അന്ന് നമ്മൾ ചോദിച്ചിട്ടൊന്നുമല്ല, കൊടുന്ന് വന്നുകൂണോ. നീ ചോദിച്ചതല്ലെങ്കിലും ആണ്ട് കൊടുത്താൽ മതിയേനോ. ഞാൻ പിന്നെ കൊടുത്തുട്ടോ, തിരിച്ചു കൊടുത്തു തന്നെ. എന്നാലും നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുള്ളേ. ഇത് നാളെ നിങ്ങൾ തന്നതാണ് പറഞ്ഞാണ്ട് കൊണ്ടേ കൊടുത്തില്ല കേട്ടോ, അത് മോശമല്ലേ. ഞാൻ വേറെ നിലക്കെന്ത് ചെയ്ത് കൊടുത്തു. പെണ്ണുങ്ങളോട് പറഞ്ഞു ബൈക്ക് വരവാണ്, സംഗതി കൊണ്ടണ്ട. മനസ്സിന് വൃത്തിയാടായിട്ട് അതല്ല കാരണന്മാര് കൈകാര്യം ചെയ്യേണ്ടവർ ശ്രദ്ധിക്കാത്തവന് പിന്നെ മുതിർന്നവര് നമുക്കറിയില്ല. അത് സാഹചര്യം അങ്ങനെയാണ്. ഞാൻ പറയുന്നത് നല്ലതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ പൊരുത്തപ്പെട്ട് കൊടുക്കേണ്ടതിന് കുഴപ്പമൊന്നുമില്ല, വാങ്ങാൻ പാടില്ല എന്നൊന്നുമില്ല. എന്നാൽ ഇസ്ലാമിൽ സുന്ദരമായ രീതിയൊക്കെ നിങ്ങൾ പെണ്ണിനാട് കൊടുക്കണം. മഹർ അത് നിർബന്ധം. മഹർ നിർബന്ധം. അതാണ് ഇവിടെ അള്ളാഹു പറയുന്നത് സദുഖാത്തിഹിന്ന. അത് അവർക്കുള്ള ആ മഹറുകൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ഈ സഭയിൽ പറയൽ സുന്നത്തുള്ള, നമ്മൾ നിക്കാഹിന്റെ വേളയിൽ മഹർ മുന്നിൽ വെക്കൽ സുന്നത്തുള്ളൂ. നല്ലതാ. അതാണ് നമ്മളെ നിക്കാഹുകളൊക്കെ ഇപ്പം അങ്ങനെ നടക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അത് നിക്കാഹ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ട ഈ മഹറിന് പകരം എന്ത് ചെയ്യാണ്? വിവാഹത്തിന്റെ വാചകത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് കൊണ്ടുവരും. അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാണ്. പിന്നെ മഹർ പറഞ്ഞില്ല, എന്നാലും വിവാഹം ശരിയാവും. പക്ഷെ മഹർ കൊടുക്കൽ നിർബന്ധം. ഒരു പെണ്ണ് പറയാണ് മഹർ കിട്ടാതെ പിന്നെ ഇന്നെ തൊടാൻ പാടില്ല പറഞ്ഞാല് എത്താപ്പ അങ്ങനെ അറിയാൻ പറ്റുമോ? വേഗം കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കണ്ട് ഇനി ആ മഹർ അതാണ്. ഇനി അവിടെ വേറെ കടുംപിടുത്തം പാടില്ല. മഹറൊക്കെ നമ്മൾ കൊടുക്കണം. അതേ സമയത്ത് നോക്കൂ, അല്ലാഹു തആല പറയാണ് ഫഇൻ തിബ്ന ലക്കും അൻ ശൈഇൻ മിൻഹു നഫ്സാ. ഒരു നല്ല മനസ്സോട് കൂടെ ഇന്ന് എന്തെങ്കിലും തിരിച്ചിങ്ങട്ടനെ തരികയാണെങ്കിൽ ഫകുലൂഹു, നിങ്ങൾ തിന്നോളി. അതായത് ആ സ്വർണത്തിന്റെ അവളെ മുണുങ്ങിക്കോളി എന്നല്ല. പിന്നെന്താ? അത് വിറ്റിട്ട് ഭക്ഷണം വാങ്ങാ. അല്ലെങ്കിൽ ഇപ്പം എന്താ, ഒരു കട്ടില വാങ്ങലാണെങ്കിൽ അത് വാങ്ങാ. അതല്ല ഒരു വണ്ടി വാങ്ങലാണെങ്കിൽ അത് വാങ്ങാ. എന്താണ് അതിന്റെ ഉപകാരം? ആ ഉപകാരം എടുക്കുക എന്നുള്ളതാണ്. തീറ്റ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്, അതിന് കുഴപ്പമില്ല. അപ്പോ മഹർ ഒരു 5 പവൻ കൊടുക്കാൻ ഇയാൾ കരുതിയതാണ്. അങ്ങനെ 5 പവന്റെ ഒരു മാലയും ഒരു വളിയും മോതിരൊക്കെ അടങ്ങിയ 5 പവന്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെന്ത് ചെയ്തു? എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നു, നല്ലൊരു പ്രയാസത്തിലാണ്. അപ്പോൾ ഈ ഭാര്യ പറയാണ്, പിന്നെ നിങ്ങൾ അതിന്നൊരു വളെടുത്ത് കണ്ട് അത് വിറ്റടി, ബാങ്ക് കൊണ്ടുപോയി വെക്കണ്ട, അത് വെറുതെ ഇങ്ങനെ പരീക്ഷ കൊടുക്കണ്ട. അല്ലാഹു തആല അനുഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ റാഹത്തായി പണം കിട്ടുമ്പോൾ തരാലോ, എനിക്കെടുത്ത് തരാലോ, നിങ്ങളെ കൊണ്ടുപോയി വിറ്റാടി. അപ്പോൾ ആയിക്കോട്ടെ എന്നാ അങ്ങനെ ആക്കുക. ഇത് വേറൊരു താത്ത അറിഞ്ഞു. ആ താത്ത അല്ലാ കണ്ണക്കണ് കൊയിഞ്ഞാടും. ഒലയിലാട് വീടാണ് കുത്തിരിപ്പുണ്ടാക്കിയാണ്. മഹർ വെക്കാൻ പാടില്ല കേട്ടോ, കൊടുക്കാൻ പാടില്ല, എനിക്ക് അറിയിട്ടാണത്. അങ്ങനെയല്ല മഹർ കൊടുക്കണേ എന്താ? ഓള് പൊരുത്തപ്പെട്ട് കൊടുക്കല്ലേ? ഓളെ മുതലാണ്. ഓള് പൊരുത്തപ്പെട്ട് കൊടുക്കണേന് കുഴപ്പമില്ല, അങ്ങനെ അതിന്റെ പ്രശ്നമില്ല. മുഴുവൻ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മളെ മാന്യത എന്താ? പരമാവധി എടുക്കാക്കുക. നമ്മളാണുങ്ങൾ നമ്മളെ മാന്യത എന്താ? പരമാവധി അയിമത്തോടാക്കുക. ആ സന്തോഷം തന്നെ കഴിയട്ടെ. കുടുങ്ങിയാൽ പിന്നെ വേറെ വഴികളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എടുത്താൽ ഒരു വിധം കഴിയുന്നുണ്ടെങ്കിൽ അതിക്ക് വെച്ചുകൊടുക്കുക. പിന്നെ ഒരു പറയാതെ അപ്പോഴതിൻ്റെ സന്തോഷം ഉണ്ടാകുക.
ചിലർ തരുമൊക്കെ ചോദിച്ചോട്ടെ, പക്ഷെ ഒരു സുഖം ഉണ്ടാവില്ല. വയസ്സന്മാർ പറയല്ലോ ഭയങ്കര കിടക്കും പോലെ. അത് പറ്റും, ഓളതാണത്. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യാ, ഒന്ന് മുഷാവറ ചെയ്യാ. മുഷാവറ ചെയ്യാ. അതെന്താ വെച്ചാൽ എല്ലാ കാര്യത്തിലും സന്തോഷം. അതിൽ വലിയ അബദ്ധം സംഭവിക്കും, അല്ലെങ്കിൽ അബദ്ധം സംഭവിക്കുക. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, പരസ്പരം കൂടി ആലോചിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ. ഓളം മുതൽ തന്നെയാണെങ്കിലും ഓള അവകാശമാണെങ്കിലും. അപ്പോൾ ആ കാര്യങ്ങൾ പരമാവധി നമ്മൾ പറഞ്ഞല്ലോ, മഹർ പറഞ്ഞാൽ നമുക്കൊരു വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിനല്ല, 2 ദിവസത്തിനല്ല. അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ആയുഷ്കാലം മുഴുവനും റാഹത്തോടുകൂടെ മുന്നോട്ടാണ്. സൂറത്ത് റൂമിൽ പറയുന്നുണ്ടല്ലോ, മവദ്ദത്തും റഹ്മത്തും ആ ഇണകൾക്ക് അള്ളാഹു നൽകാനാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. മവദ്ദത്ത്, സ്നേഹബന്ധം. അപ്പോൾ അതിന് ഒരു രേഖയാണ് ശരിക്ക് മഹർ പറഞ്ഞാൽ. അങ്ങനെ ഉണ്ടല്ലോ, അത് പരമാവധി. അതാണിത് പ്രത്യേകം പറയാൻ കാരണം. എന്തായിരുന്നാലും മഹറിന് വില ഉണ്ടായതുകൊണ്ട് അത് തുടരുത് എന്നൊക്കെ മനുഷ്യന്മാർ കരുതും. അതുകൊണ്ടാണ് പൊരുത്തപ്പെട്ട് കൊടുക്കേണ്ടതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പ്രത്യേകം അവിടെ പറയാൻ കാരണം. അത് പ്രത്യേകം പറയാൻ കാരണം അതുകൊണ്ടാണല്ലോ. നിക്കാഹ് കഴിഞ്ഞു, കൂട്ടി കൊണ്ടുപോയിട്ടില്ല, ഒരു തലാഖല്ലാണ്, എന്നാൽ പോലും ഒരു ബന്ധപ്പെട്ടിട്ടില്ല, എന്നാൽ പോലും ആ മഹറിന്റെ പൗതിയ പെണ്ണിനാ. ഇതാ കാരണം ഓൾക്ക് വിഷമം ഉണ്ടാകരുത് എന്നുള്ളതാണ്. 5 പവന്റെ സ്വർണ്ണമാലയെ കൊടുത്തിട്ടുള്ളത്. ഇന്നലെ നിക്കാഹ് നടന്നാണ്. പിന്നെയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നൊക്കെ അറിഞ്ഞാണ്ട് വേണ്ട, ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നില്ല, തീർക്കുകയാണ് പറഞ്ഞു. അങ്ങനെ തീർത്തു പോകാൻ പറ്റില്ല. എങ്ങനെ പെണ്ണ് ഓല് ആവശ്യപ്പെട്ടിട്ടാണെങ്കിൽ അങ്ങനെ അതായത് പെണ്ണിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒഴിവാകുന്ന പ്രശ്നങ്ങൾ വന്ന ഒരു അഭിപ്രായ പ്രകാരം മഹറില്ല എന്നുള്ളതാണ്. ആ ഫുള്ള് അത് കൊടുക്കണം എന്നുള്ളതാണ്. അതേ സമയത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മഹർ മുഴുവൻ ആർക്കാണ്? പെണ്ണിനാണ്. ഒരു പ്രാവശ്യമെങ്കിലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മഹർ മുഴുവനും ആർക്ക് തന്നെയാണ്? പെണ്ണിനാണ്. തലാഖിയല്ല. പിന്നെ അതിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ മസ്തലിയിൽ പല മാറ്റങ്ങളുണ്ട് കേട്ടോ, പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ നാട്ടുകൊണ്ടൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അവിടെ നമ്മൾ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ സ്ഥാനം കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അവിടെ എപ്പോഴും മാനസികമായിട്ട് ആണുങ്ങൾ അത്ര മനോബലം പെണ്ണിനില്ലാത്തതുകൊണ്ടാണ് അങ്ങനത്തെ സിസ്റ്റങ്ങൾ ഉണ്ടാക്കിയത്. വിവാഹമോചനം ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മളെക്കാൾ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ ആണുങ്ങൾക്കൊരു എടുത്തുചാട്ടം കൂടുതലേക്കാണ്. അപ്പോൾ ഒരു കുട്ടികളി ആകരുത്, തീർക്കൽ പോലും ഒരു കുട്ടികളി ആകരുത്. പൈസ കുറേ അവിടെ കിടക്കുന്നുണ്ടാവും ആലമ്മ എന്നുള്ളൊരു ചിന്തയിലുണ്ടാവുമല്ലോ. അങ്ങനെ കയ്യിലിരിക്കുമ്പത്തുണ്ട്. വെള്ളിയാട്ട നല്ലത്. വിധങ്ങളുടെ മഹറൊക്കെ വെള്ളി. നമ്മളൊന്ന് വെള്ളി തീരല്ല. നമ്മളൊക്കെ സ്വർണ്ണം കുറച്ചും കൂടി മൂല്യം വില കൂടുതലായതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാണ്? സ്വർണ്ണത്തുമ്മ കൂടുക. നമ്മൾ ആരെങ്കിലൊക്കെ ഒരു വെറൈറ്റി ആക്കി വെള്ളി കൊടുത്താൽ അത് ഭയങ്കര വാർത്തയായി. കെട്ടൂല അതുള്ളത്, അത് കൊണ്ടുപോയി വെക്കും അവിടെ. അതന്ന് അങ്ങനെ പേരെടുക്കാൻ വേണ്ടി എന്നല്ലാതെ ആ ഇടാൻ വേണ്ടിയാണ് അറിയുന്നത്. ഒന്നും കാര്യമില്ല. ധരിക്കണല്ലോ. മാലയൊന്നും ഇപ്പോൾ വെള്ളിന്റെ മാല ധരിക്കുമോ അറിയില്ല. പാദസരമാണെങ്കിൽ അത് കാണൂലല്ലോ, വല്ലാതെ അടിയിലായതുകൊണ്ട് കാണാത്തോണ്ട് ചിലപ്പോൾ അതിന് തയ്യാറാവും. ആവട്ടെ. അപ്പോൾ പിന്നെ മഹർ കൊടുക്കണം. ഇഷ്ടപ്പെട്ടാണെങ്കിൽ കുഴപ്പമില്ല, സന്തോഷപൂർവ്വം നിങ്ങൾ ഭക്ഷിച്ചോളൂ. മറ്റുള്ള ഉപകാരങ്ങളൊക്കെ അതുകൊണ്ട് എടുത്തോളൂ. ഇനി ചെറിയ കുട്ടികൾ, അതുപോലെ തന്നെ യതീമുകൾ, അതുപോലെ ഈ വലുപ്പമൊക്കെ ഉണ്ടാവും, വയസ്സൊക്കെ ഉണ്ടാവും, പക്ഷെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു പക്വത ഉണ്ടാവില്ല. അവരുടെ അടുത്ത് കാശുണ്ടാവും, മുതലുണ്ടാവും. അവിടെ രക്ഷിതാക്കൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് ഞാൻ അടുത്ത ആയത്തിൽ പറയുന്നത്. വലാ തൂതുസ്സുഫഹാഅ അംവാലകുമുല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമാ വർസുഖൂഹും ഫീഹാ വഖ്സൂഹും വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. വലാ തൂതുസ്സുഫഹാഅ, ബോഷന്മാർക്ക് നിങ്ങൾ നൽകരുത്. അംവാലക്കും, നിങ്ങളെ മുതൽ ഒരിക്കലും നൽകാൻ പാടില്ല. അല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമാ. അല്ലാഹു തആല പറയാണ്, നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാക്കിയ മുതൽ. അതായത് സമ്പത്ത് എന്ന ഈ ധനം എന്ന് പറഞ്ഞ ഒരു മുഖ്യ ഘടകമുള്ള അയ്മലാണല്ലോ ലോകം നിലനിൽക്കേണ്ടത്.
സമ്പത്തെല്ലാവർക്കും വേണം, അമിതമായി അതിനെ സ്നേഹിക്കാൻ പാടില്ല എന്നുള്ളത് ശരി. എന്നാ സമ്പത്ത് വേണ്ടേ? അതില്ലാതെ മനുഷ്യനോട് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ആർക്ക് കൊടുക്കരുത്? പിന്നെ ബോഷന്മാർക്ക് നൽകരുത്. വർസുഖൂഹും ഫീഹാ, എന്നാൽ അതിൽ നിന്ന് അവർക്ക് നിങ്ങൾ നൽകണം. വക്സൂഹും, അവർ ഭക്ഷണം നൽകണം. വക്സൂഹും, അവർക്ക് വസ്ത്രം നൽകുകയും വേണം. വഖൂലൂ ലഹും ഖൗലം മഅറൂഫാ, അവരോട് നല്ല വാക്കുകൾ പറയുകയും വേണം. അവിടെ എന്താ പറയുന്നത് നിങ്ങൾ? ബോഷന്മാരെന്ന് പറഞ്ഞാൽ പിന്നെ വിഡ്ഢിത്തരം കാണിക്കുന്ന ആളുകൾ. ചെറിയ കുട്ടികൾക്കൊന്നും വലിയ പക്വത ഉണ്ടാവില്ല, അങ്ങനെയുള്ള ആളുകളുണ്ടാവും. പക്വതയില്ലാത്ത കുട്ടികൾ, അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള ചിലരുണ്ടാവും. കുട്ടികളൊന്നല്ല, മുതിർന്നവർ തന്നെയാണ്. പക്ഷെ അവർക്ക് കാര്യങ്ങൾ നമ്മൾ പറയല്ലോ പൊട്ടനാണ്, ഒരു ചെറിയൊരു കുറവുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ആളുകളെ മുതൽ കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദപ്പെട്ട ആളുകൾ അവരെ കയ്യിലെല്ലാം കൊടുക്കരുത്. ഒരവകാശം തന്നെ കയറാം, പക്ഷെ ആ അവകാശം ഉത്തരവാദപ്പെട്ട ആൾക്കാർ ശരിക്ക് കൈകാര്യം ചെയ്യണം. ഓൽക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, അതിനാവശ്യമായതൊക്കെ കൊടുക്കണം. പക്ഷെ കൈകാര്യം മൊത്തം അവരെ ഏൽപ്പിച്ചാൽ ഒരു തുമ്പില്ലാതാക്കും. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ഞാൻ അറിയുന്ന ഒരാൾ, അയാൾ കടം വന്നിട്ട് അത് ഇതാക്കാൻ വേണ്ടി അയാളെ പെര വിട്ടാൻ വേണ്ടി നല്ലൊരു സംഖ്യക്ക് വിറ്റു. ആ വിറ്റിട്ട് മകന്റെ കയ്യിൽ ആ കാശ് കൊടുത്തു. ഓനെന്തോ ഓൺലൈനിൽ എന്തോ ഇതിൽ കുടുങ്ങിയാണ്. ആ പൈസ മുഴുവൻ പോയി. മറ്റേക്ക് ഒന്നുമില്ല. ആദ്യത്തെ വീടും പോയി, മറ്റേ കട അവിടെ കിടക്കുക. എന്തോ ഒരു പൊട്ടത്. വേറെ ഒരാള്, അയാളിങ്ങനെ രംഗത്ത് കാണാത്തോണ്ടാണ് ഞാൻ അന്വേഷിച്ചത്, എന്താ പഴയമാർക്ക് കാണാത്ത. അപ്പൊ എന്താ, അയാളിപ്പോ ഈ പറഞ്ഞ മാർക്ക് തന്നെ സ്വന്തം മകനിൽ വല്ലാതെ വിശ്വസിച്ച് പൈസ ഏൽപ്പിച്ചതാണ്. അവനെ ഇവ നഷ്ടപ്പെടുത്തി. ഓൺലൈൻ പല പരിപാടിയിലും പെട്ടുപോകാൻ. അപ്പൊ നമ്മൾ ഈ കുട്ടികളെ, ഈ പക്വതെത്താത്ത കുട്ടികളുടെ അടുത്തൊക്കെ വലിയ വലിയ സംഗതികൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമല്ലേ? ഭയങ്കര നഷ്ടത്തിൽ എന്തെയും കലാശി. കുട്ടികളാണെങ്കിലോ ഭയങ്കര സാമ്പത്തികരം വർത്താനം പറഞ്ഞ പറയുമ്പോലും നല്ല 1 കോടി 2 കോടി 3 കോടി ഇങ്ങനെയാണ് മറിയുന്നൊക്കെ വരച്ചിന് കാണിച്ചു കൊടുക്കണേ വാപ്പാക്ക്. വാപ്പ അങ്ങോട്ട് എഴുതി, ഞാൻ ഇപ്പം എത്ര കാലം കഷ്ടപ്പെട്ട് എൻ്റെ മോനൊരു മോന എന്നൊക്കെ പറഞ്ഞാണ്ട് പോവാണ്. ഓൽക്ക് അധ്വാനമില്ലല്ലോ, എങ്ങനെയും കളിച്ചൂടെ. അപ്പൊ അതാണ്. അപ്പൊ നമ്മള് കുട്ടികൾക്ക് അവരെ അവകാശമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒലിയത്ത് നോക്കി നിങ്ങൾ, ഇപ്പൊ നമ്മള് പിന്നെ ആരെ പേരിലും നമുക്ക് ഒലിയത്ത് അറക്കാം, ഒരു സമ്മതം വാങ്ങിയാൽ മതി. എന്നാ ചെറിയ കുട്ടികളുണ്ടല്ലോ, ഓലെ നമ്മൾ സമ്മതം വാങ്ങാൻ തന്നെ ഓല പേരിൽ അറക്കാം. പക്ഷെ ഓല മുതലൊന്നും പറ്റൂല. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളെ മോനെന്നെ കൂട്ടിക്കോളൂ, നമുക്ക് ചെറിയൊരു കുട്ടിയുണ്ട്, ഓന്റെ പേരിൽ കുറച്ച് മുതലുണ്ട്. ഓനിപ്പോൾ ആകെ 6 വയസ്സായിട്ടുള്ളൂ, ഓൻ്റെ പേരിൽ കുറച്ച് മുതലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ മുതലിൽ നിന്ന് എടുത്തുകാണ്ട് ഒരു പോത്തിന് ഇറക്കാൻ പറ്റുമോ? ഓൻ്റെ പേരിൽ പറ്റില്ല. അത്രത്തോളം ശ്രദ്ധിക്കണം. നമുക്കിറക്കാം. ഒരു പക്വത എത്താത്തതുകൊണ്ട് സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ നീയത്ത് വെച്ചാൽ മതി. മറ്റേതൊക്കെ നമ്മൾ പറയണം കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ ടൈമാണ്. 7 ആടുകളാണ് ഒരാൾക്ക് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഒരു ഒട്ടകം സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ഒരു പോത്ത് മൂരി മാട് വർഗ്ഗം, അല്ലെങ്കിൽ ഒരു ആട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഏതിന് സ്ഥാനം? 7-1. ഒരു പോത്തിലോ ഒരു ഒട്ടകത്തിലോ 7-1 ലാസ്റ്റാണ്. ഈ 7-1 ഒരു ഒലിയത്ത് തന്നെയാണ് കേട്ടോ. കൂലിക്ക് കുറച്ചൊരു കനം വ്യത്യാസം ഉണ്ടാവും, സാറില്ല, നല്ല ഒലിയത്ത. അത് ഞാൻ അതിൻ്റെ അടിയിലൊന്ന് പറയാം. അപ്പം അതിൻ്റെ ടൈം ആയതുകൊണ്ട് പറയണം. അവിടെ പെണ്ണുങ്ങൾക്കൊക്കെ, നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൂട്ടിയാൽ മതി നമുക്ക്. അത് അധികം ആൾക്കാർക്ക് അറിയിട്ടാണ്. ചിലപ്പോൾ ഒരു വീട്ടിൽ വലിയൊരു പോത്തിനെ ഒരാൾ സ്വന്തം ഇറക്കുന്നുണ്ടാവും. അയാൾക്ക് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഒരു വീതം പെണ്ണുങ്ങളിതാക്കുക. ഇനി 5 മക്കളുണ്ട് കൂട്ടിക്കോളി, അല്ലെങ്കിൽ 3 മക്കളുണ്ട്, എന്നാൽ ആ 3 മക്കളത് ഓരോ വീതാക്കുക. 2 മരുമക്കളുണ്ട് കൂട്ടിക്കോളി, മരുമക്കളോടും പറഞ്ഞാൽ മതി ഓലതും ആക്കുക. 7 വിട്ടെടുക്കാൻ പാടില്ല. ആടിന് പറ്റൂല, ആടിന് വരാൻ കൊന്നെന്നാണ്.
ആടിന് ഒരാൾക്കൊന്നു തന്നെ വേണം, ഷെയർ എടുക്കാൻ പറ്റില്ല. മറ്റേ ഷെയർ എടുക്കാം. മുമ്പേ പെരുന്നാളിൻ്റെ അന്ന് രാത്രി ഭർത്താവ് ഭാര്യനോട് പറഞ്ഞ പോലെ, മൂപ്പർക്ക് വിവരം കമ്മിയാണ്, പക്ഷെ മൂപ്പര് പറഞ്ഞ പോലെ ഇന്ന് നമ്മളെ പള്ളിക്ക് സംഘടിത ഒലിയത്തെ കറുത്തല്ലോ, ഒരു സർപ്രൈസ് ഉണ്ട്. ഇന്ന് ഞാൻ എൻ്റെ പേരിൽ ഒരു ഒലിയത്ത് അർത്തിട്ടുണ്ട് വളേന്ന് പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞു, ഇന്റെ സമ്മതമില്ലാതെ അർത്ഥമുകൊണ്ട് ശരിയാവൂലല്ലോ വരേന്ന് പറഞ്ഞു. ഓള് ഖുർആൻ ക്ലാസ്സിനൊക്കെ പോയി കണ്ട് ഓൾക്ക് മനസ്സിലറിയാം, ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേരിൽ നമ്മൾ അറക്കും പോലെ സമ്മതം വാങ്ങിയാൽ മതി, മരിച്ചാലെ പേരിൽ അറക്കണമെങ്കിൽ വസിയത്തും വേണം. അപ്പോൾ മരിച്ച ഉപ്പാൻ്റെ പേരിലൊന്നും അറക്കാൻ പറ്റില്ല, വസിയത്തില്ലാതെ വേറെയുള്ളൊക്കെ ചെയ്യാം, ഒളിയത്തിനെ പറ്റില്ല. അപ്പോൾ ഈ കുട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാണ്, ആ കുട്ടിൻ്റെ പിന്നെ മുതലൊന്നിട്ട് ഇറക്കാൻ പറ്റൂല. ചെറിയ മക്കളെ ഓൽക്ക് മുതലുണ്ടെങ്കിൽ അത്രത്തോളം സമ്പത്തിന്റെ കാര്യത്തിൽ നീതി കാണിക്കണം എന്നാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത്. ഇനി ഒളിയത്തിന്റെ പറഞ്ഞപ്പോൾ പറയട്ടോ, നമ്മൾ സുന്നത്തായ ഒളിയത്ത് തന്നെ കരുതണേ, അല്ലെങ്കിൽ നിർബന്ധമാവും. നിർബന്ധമായാൽ അറക്കണ്ടോൽക്കും ഓരോ ചെലവിൽ കഴിയുന്നവർക്കും അതിന് തിന്നാൻ പറ്റില്ല. ഒക്കെ ദാനം ചെയ്യണം, ദാനം ചെയ്യുന്നത് സാധുക്കൾക്ക് മാത്രം കൊടുക്കും വേണ്ടി വരും. നിർബന്ധ ഒളിയത്താവുമ്പോൾ അങ്ങനെയാണ്. നേർച്ചാക്കിയതൊക്കെ സാധുക്കൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് സെലക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടേക്കാണ്. അതിൻ്റെ പേരിൽ പിന്നെ നമ്മൾ അയൽവക്കക്കാർ തമ്മിൽ തെറ്റൊന്നും ഇല്ലെങ്കിലും മനസ്സിനൊരു പൊറുതിയാടേക്കാരെ. ഞാൻ വലിയൊരു പോത്തിനെ അറുത്തു, ഞാൻ നേർച്ചാക്കിയാണ്, എൻ്റെ അയൽവാസിക്ക് അറിയില്ല, മൂപ്പര പോത്തിൻ്റെ വലിപ്പം കണ്ടുകൊണ്ട് അന്ന് ഇറച്ചി കൊടുത്തിട്ടില്ല. അത് എന്തായാലും ഇപ്പം എത്ര അടുത്ത് വാർക്കുമ്പോൾ നമുക്ക് ഇട്ടാക്കൂലല്ലോ. നമ്മൾ മസാല അനുസരിച്ച് ഓരോടത്ത് കൊടുത്തോവില്ല, അതുപോലെ മനസ്സിലേത് പൊറുതിയാടുണ്ടാവും. എന്ത് എന്നാലും അത് മോശമായി മറന്നേ. കാരണം എങ്ങനെയാണ് മറക്കല്? ഇബിലിസ് സമ്മതിക്കൂല. അപ്പൊ അത് ഇല്ലാക്കാനേ നേർച്ചാക്കാക്കുന്നല്ലേ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സുന്നത്തായ ഒലിയത്തിന് ആ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു സാധുവിന് കൊടുത്താൽ മതി ഒലിയത്താകാൻ. ബാക്കി മുതലാളിമാർക്കോ ആർക്കും കൊടുക്കാം. മുസ്ലിങ്ങളാണെന്നോ ഇബാദത്തായതുകൊണ്ട് ആ മുസ്ലിങ്ങൾ കൊടുക്കാൻ. അപ്പോൾ തന്നെ ഒരുക്കങ്ങൾ നടക്കുന്നോണ്ട് പറഞ്ഞതാണ്. ഞാൻ അവസാനിപ്പിക്കണം. അപ്പോൾ ഇനി അവസാന ഒരു ഇത് പറഞ്ഞു നോക്കി, വഖൂലൂ ലഹും ഖൗലം മഅറൂഫ, അവരോട് നിങ്ങൾ മാന്യമായ സംസാരിക്കണം. എന്താ അതിൻ്റെ ഉദ്ദേശം? അതായത് നമ്മൾ ഈ കുട്ടികളാവട്ടെ അല്ലെങ്കിൽ ബുദ്ധി കുറവുള്ള ആളുകളാകട്ടെ, ഓല മുതൽ ഓൽക്കണം വിട്ടുകൊടുക്കാതെ എന്നാൽ ആവശ്യത്തിന് മാത്രം കൊടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഓൽക്കുള്ള ബുദ്ധി അനുസരിച്ചൊക്കെ വർത്താനം ഉണ്ടാവും. ജപ്പാന്റെ മുതലല്ലേ കുട്ടികൾ ചിലപ്പോൾ പറയും, എന്താ അങ്ങനെ പിടിച്ചേക്കാൻ? അല്ലെങ്കിൽ കുറച്ച് ബുദ്ധി കമ്മിയാണെങ്കിലും ഉള്ള ബുദ്ധി അനുസരിച്ച് അവൻ പറയാം അടിച്ചു പൊളിച്ച് ജീവിക്കണം, ഇയാൾ എന്താ അത് പിടിച്ചേക്കട്ടെ. അപ്പൊ നമ്മൾ ഓലോട് പറയാ എനിക്ക് അന്റെ ലേറ്റാടാ അങ്ങനെയൊന്നും പറയരുത്. പിന്നെ ഞാൻ തരണ്ടേ കുറച്ചും കൂടി കഴിയട്ടെ ആണ് ഖൗലൻ മഅറൂഫ. ചെറിയ കുട്ടികളാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി കഴിയട്ടെ. നമ്മൾ അൽ കഹ്ഫിലൊരു കഥ പറയുന്നുണ്ടല്ലോ, ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിനെ കൊണ്ടുപോയിട്ട് ചാഞ്ഞക്കുന്ന ഒരു മതിൽ നന്നാക്കിയല്ലോ. ഒരു തുള്ളി വെള്ളം നാട്ടുകാർ ചോദിച്ചിട്ട് കൊടുത്തില്ല, അവിടുത്തെ മതില നന്നാക്കുന്നുണ്ട്. മൂസാ നബിക്ക് ചൂടായി, ഇവിടൊക്കെ മതില നന്നാക്കാൻ നിൽക്കണം, നിങ്ങൾ ഒരു മുറുക്ക് വെള്ളം തരാത്ത. അവസാനം പിന്നെ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ അറിയാത്ത കാര്യങ്ങളെല്ലാം എനിക്ക് അറിയിച്ചു തന്നിട്ട് അതിൻ്റെ അടിയിൽ സ്വർണ്ണുണ്ട്, യതീം കുട്ടികളെ മുതലാണ്, അവർക്ക് വേണ്ടി എടുത്തേച്ചാണ്. ഇപ്പൊ ആ മതില് വീണാൽ ആ മുതല് അന്യാധീനപ്പെട്ടു പോകും, വേറുള്ള കയ്യിലെത്തും, ആ കുട്ടികൾക്ക് കഥയില്ല. അപ്പൊ അതിപ്പോ പൊളിയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാനത് ശരിക്കും പടുത്തു വെച്ചത് എന്ന് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ അവകാശം അവർക്ക് തന്നെ ലഭിക്കണം എന്നാണ്. അത് ബാക്കിയുള്ള ആളുകൾ അത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് വേണം, നല്ല ശ്രദ്ധ വേണമെന്നുള്ളതാണ്. ഇപ്പൊ ഈ പറഞ്ഞ മരിപ്പൊന്നാണ്ട് വേറെ പല കാര്യങ്ങളിലും നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കുറേ വിഷയങ്ങളുണ്ടാവും. അത് എന്തിലായിക്കോട്ടെ, അങ്ങനല്ല, സതുദ്ദേശത്തോടുകൂടെ മസ്ലഹത്തൊരു നന്മക്ക് വേണ്ടിയിട്ട് നമ്മൾ നുസ്ഹ് എന്ന് പറയും, ഗുണകാംക്ഷ, അത് വളരെ പ്രധാനമാണ്. അത് അങ്ങനെ ചെയ്യേണ്ടത്, ആ ഭാവിയിൽ പ്രശ്നം വരും. അല്ലാതെ അത് നല്ലതാ അത് ചെയ്യിച്ചു കണ്ട് ഓൻ തകരേണ്ട കാണില്ല, അങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ്. അതൊക്കെ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമാ, യതീമുകളിൽ നിങ്ങൾ നീതി കാണിക്കൂല എന്ന് ഭയപ്പെടുന്നുവെങ്കിൽ ഫങ്കിഹൂ മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളിൽ നിന്ന്
നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന പെണ്ണുങ്ങളിൽ നിന്ന് 2 വീതം അല്ലെങ്കിൽ 3 വീതം 4 വീതം നിങ്ങൾ കല്യാണം കഴിച്ചോളൂ. ഫഇൻ ഖിഫ്തും അല്ലാ തഅ്ദിലൂ, ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചാൽ നീതി ചെയ്യാൻ കഴിയൂല എന്ന് പേടിക്കുമ്പോൾ ഫവാഹിദ, നബിനൊരൊറ്റൊന്നു മതി. ഔ മാ മലക്കത്ത് അയ്മാനുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിലുള്ള വെള്ളാട്ടികൾ മതി. ൂ, അനീതി ചെയ്യാതിരിക്കാൻ ഉപയുക്തമായ രീതി അതാകുന്നു. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മഹ്ർ കൊടുക്കണം നിർബന്ധമായും. അവർ നല്ല മനസ്സോടുകൂടെ സ്വമേധയാ അതിൽ നിന്ന് വല്ലതും നിങ്ങൾക്കെന്നെ നൽകിയാൽ ഫകുലൂഹു ഹനീഅം മരീആ, നിങ്ങൾ ഹൃദ്യമായി സ്വച്ഛമായി നല്ല രൂപത്തിൽ അതിൽ നിന്ന് കഴിച്ചോളൂ, കുഴപ്പമില്ല. വലാ തൂതുസ്സുഫഹാഅ അംവാലക്കും, ഒരിക്കലും ഭോഷന്മാർക്ക് നിങ്ങൾ മുതൽ കൊടുക്കരുത്. അല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമാ, ധനമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരം അതാകുന്നു. അങ്ങനെയുള്ള ധനം കൊണ്ട് കളിക്കരുത്, അവർക്ക് നിങ്ങൾ കൊടുക്കരുത് കൈകാര്യത്തിന്. വർസുഖൂഹും ഫീഹാ വക്സൂഹും, അതിൽ നിന്ന് അവർക്ക് ആഹാരത്തിനുള്ളത് നൽകിക്കോളൂ, വസ്ത്രവും നൽകിക്കോളൂ. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ, അവരോട് മാന്യമായ രൂപത്തിൽ നിങ്ങൾ സംസാരിക്കുകയും ചെയ്തോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ ഖിഫ്തും അല്ലാ തുഖ്സിതൂ ഫിൽ യതാമാ ഫൻകിഹൂ മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാ. ഫഇൻ ഖിഫ്തും അല്ലാ തഅ്ദിലൂ ഫവാഹിദ ഔ മാ മലക്കത് അയ്മാനുക്കും ذلك أدنى ألا تعولوا وآتوا النساء صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا.